എല്ലാവർക്കും നമസ്കാരം. ഭാരത് സേവക് സമാജ് ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയവുമായിട്ടുള്ള ഒരു പ്രഭാഷണത്തിനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഭാരത് സേവക് സമാജ് ഒരു ദേശീയ വികസന ഏജൻസിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ചരിത്രം പറയുക എന്നുള്ളത് 75 വർഷം പിന്നിട്ട് നിൽക്കുന്ന സമയവും കൂടിയാണ്. ഈ സമയത്ത് ഞാൻ എത്തുക എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ചരിത്രത്തോളം ആകില്ല. വളരെ കുറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ ചരിത്രം എനിക്ക് പറയുവാൻ കഴിയുന്നത്. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ 1947 വരെ നടന്ന ഒരു രാഷ്ട്രീയ യാത്രയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നോടിയായി പല പ്രവർത്തനങ്ങളും രാജ്യത്ത് നടന്നിരുന്നു. അന്ന് ആ ഒരു ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. 1905 ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നേതൃത്വത്തിലായിരുന്നു ആ ഒരു സൊസൈറ്റിക്ക് രൂപം കൊണ്ടത്. സമൂഹത്തിലെ നിർധനരായ വ്യക്തികളുടെ സേവനവും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരുടെ അരക്ഷിതാവസ്ഥയും ആരോഗ്യ സംരക്ഷണവും തൊഴിൽ മേഖലയിലെ അപര്യാപ്തതയും ഒക്കെ ആ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ സൊസൈറ്റി രൂപം കൊള്ളുവാൻ കാരണമായി. അതോടൊപ്പം സ്വാതന്ത്ര്യം രാജ്യത്തിന് വേണം എന്നുള്ള അന്നത്തെ നേതാക്കളുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അത്രയ്ക്കും ഭയാനകരമായിരുന്നു ആ സമയം എന്ന് തന്നെ പറയാം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ, ആരോഗ്യ മേഖലയിൽ, സാമൂഹ്യ ക്ഷേമത്തിൽ ഏത് മേഖലകൾ എടുത്താലും രാജ്യത്തിൻ്റെ അരക്ഷിതാവസ്ഥ വളരെ ഭയാനകം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഇന്നത്തെ സാഹചര്യമല്ല അന്ന് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ടാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്ക് രൂപം കൊള്ളുന്നത്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടുക എന്ന ലക്ഷ്യത്തിൽ അവർ പങ്കാളികളായി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ മതേതരത്വ രാഷ്ട്രമായിട്ടാണ് നിലകൊണ്ടിരുന്നത്. ഇന്ത്യ മതേതരത്വ രാഷ്ട്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ഭരണം, ജനാധിപത്യ ഭരണം ആരംഭിച്ചു. ജനാധിപത്യ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ സർക്കാർ രൂപീകൃതമായി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായി മാറി. ഭരണസമിതിയിൽ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾക്കൊണ്ടിരുന്ന പ്രഗത്ഭരായ വ്യക്തികളെല്ലാവരും തന്നെ അന്നത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നാം മന്ത്രിസഭ അധികാരത്തിൽ കയറി. ഒന്നാം മന്ത്രിസഭ അധികാരത്തിൽ കയറുമ്പോൾ, ഏതൊരു മന്ത്രിസഭയും അധികാരത്തിൽ കയറുമ്പോൾ തുടർ ഭരണം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി എങ്ങനെയാണെന്ന് ചിന്തിക്കുക സ്വാഭാവികമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയുടെ കൂട്ടായ നയങ്ങളും മറ്റ് ചർച്ചകളുടെയും മറ്റ് യോഗങ്ങളുടെയും ആരംഭത്തോടുകൂടി ആണ് പല പദ്ധതികൾക്കും രൂപം നൽകിയത്. അങ്ങനെ പഞ്ചവത്സര പദ്ധതികൾക്ക് ഗവൺമെൻറ് രൂപം കൊടുത്തു. പഞ്ചവത്സര പദ്ധതി നടപ്പാക്കുന്നതിന് വിവിധ മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. വിവിധ ഏജൻസികളായി തുടങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഒരു വിപുലീകരണം എന്ന് തന്നെ പറയാം. 1952 ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുവാൻ അന്നത്തെ യോഗത്തിന് സാധിച്ചത്. ആ
സമയം 1952 ഭാരത് സേവക് സമാജ് രൂപം കൊള്ളുന്നു. അതിൻ്റെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു തന്നെ അതിൻ്റെ പ്രസിഡന്റ് ആവുകയും ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന ശ്രീ ഗുൽസാരിലാൽ നന്ദ അതിൻ്റെ ചെയർമാനായി അവരോധിക്കുകയും ചെയ്തു. തുടർന്ന് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ വ്യക്തികളെല്ലാവരും തന്നെ ഈ ഏജൻസിയുടെയും ഭാഗമായി മാറി. ശ്രീമതി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ടായിരുന്നു, രാജേന്ദ്ര പ്രസാദ്, അങ്ങനെ ഒത്തിരി മഹത് വ്യക്തിത്വങ്ങൾ ഈ ഒരു സംഘടനയിലും അംഗമായി മാറി. സംഘടനയുടെ ദൗത്യം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു: ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന വിദ്യാഭ്യാസം, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ ക്ഷേമം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതോടൊപ്പം സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം കൂടി സ്ത്രീ ശാക്തീകരണം, ഇവയൊക്കെ ആ സംഘടനയുടെ ലക്ഷ്യമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് വയ്ക്കുകൊണ്ടേയിരുന്നു. പല മേഖലകളിൽ വ്യാപൃതരായി ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പടിപടിയായി നടത്തുവാൻ ഭാരത് സേവക് സമാജ് എന്ന സംഘടനയ്ക്ക് കഴിയുകയുമുണ്ടായി. പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ആ ഒരു സൊസൈറ്റിക്കുള്ള പ്രവർത്തനം ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ചരിത്രരേഖകളിൽ ഉൾപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു അന്ന് ഭാരത് സേവക് സമാജ് നടത്തിപ്പോന്നിരുന്നത്. അതിൻ്റെ യാത്ര പല മേഖലകളിൽ വ്യാപിച്ചു. അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിലോട്ട് വ്യാപൃതമായി. ആ യാത്ര കേരള പ്രദേശ് എന്ന ഘടകത്തിലോട്ട് എത്തിപ്പെട്ടു. കേരള പ്രദേശിൻ്റെ ഉത്തരവാദിത്വവും ഈ പറഞ്ഞ സംക്ഷിപ്തമായ കാര്യങ്ങളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെയും സാക്ഷരത തന്നെയായിരുന്നു പ്രധാന ലക്ഷ്യം, ആരോഗ്യ സംരക്ഷണം തന്നെയായിരുന്നു പ്രധാന അതുപോലെ തന്നെ സാമ്പത്തിക ശാക്തീകരണവും ഒക്കെ, ഇവിടെ അടിസ്ഥാന വിദ്യാഭ്യാസം, ഇതൊക്കെ ഇവിടെയും കേരള ഘടകത്തിൻ്റെയും ഒരു ലക്ഷ്യത്തിലോട്ട് തന്നെയായിരുന്നു കേരള ഘടകത്തിലും അത് വന്നത്. കേരള പ്രദേശ് എന്ന നാമത്തിലാണ് കേരളത്തിൽ അത് ഉണ്ടാവുന്നത്. പക്ഷേ കേരള പ്രദേശിൽ വന്നപ്പോഴത്തേക്കും, കേരളത്തിൻ്റെ ഘടകത്തിൽ വന്നപ്പോഴേക്കും അതിന് ചുമതലപ്പെട്ട ആൾക്കാർ, ചുമതല ഏൽപ്പിച്ചിരുന്ന വ്യക്തികൾ അതിനെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള യാത്രയായിരുന്നു ആ സമയങ്ങളിൽ നടന്നിരുന്നത്. അന്നത്തെ സെക്രട്ടറി സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം മുന്നൂക്കം കൊടുത്തുകൊണ്ടായിരുന്നു ഈ പ്രവർത്തനങ്ങളെ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടായിരുന്നു അന്ന് പ്രവർത്തനം കേരളത്തിൽ പൊയ്ക്കൊണ്ടിരുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് അതിലൊരു ഭാഗമാവും, ഉദ്യോഗസ്ഥരുണ്ടാവും, അതിൻ്റെ പ്രവർത്തനങ്ങൾ സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടക്കും. പക്ഷേ അതിൻ്റെ ആസ്ഥാനം ഒരു വാടക കെട്ടിടത്തിൽ, വെള്ളയമ്പലത്തുള്ള ഒരു വാടക കെട്ടിടത്തിൽ ആയിരുന്നു അതിൻ്റെ ഒരു ആസ്ഥാനമായി കണ്ടിരുന്നത്. നിർധനരായ അഗതികൾക്കുള്ള ഗവൺമെൻറ്റിൻ്റെ കിട്ടുന്ന ഗ്രാൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം പോലും കൃത്യമായി കരങ്ങളിലേക്ക് എത്തിക്കുവാൻ അന്നത്തെ ആ സെക്രട്ടറിക്കോ അതിന് ചുമതലപ്പെട്ടവർക്കോ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ വളരെ പ്രശ്നത്തിലോട്ട് അല്ലെങ്കിൽ രൂക്ഷമായ അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭരണസമിതി ആലോചിച്ചു എന്ത് ചെയ്യണം, പുതിയ മാർഗം എന്താണ്, ഈ സംഘടനയെ കേരളത്തിൽ വ്യാപൃതമാക്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 1988 ആണ് അതിനൊരു രൂപമാറ്റം വേണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ ശ്രീ BS ബാലചന്ദ്രൻ ഭാരത് സേവക് സമാജിൻ്റെ കേരള ഘടകത്തിലെ സെക്രട്ടറിയായി അവരോധിച്ചു. അദ്ദേഹം അന്ന് അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ വ്യാപൃതനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ആ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അന്ന് BS ബാലചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കർമ്മപഥങ്ങളിൽ ആ സമയം വളരെ ഉത്സാഹത്തോടെ അല്ലെങ്കിൽ വ്യാപൃതനായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് ശ്രീ BS ബാലചന്ദ്രൻ. ആ സമയത്താണ് BS ബാലചന്ദ്രനെ ഭാരത് സേവക് സമാജിൻ്റെ സെക്രട്ടറിയായി അവരോധിക്കുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം അതിൻ്റെ ചുമതല ഏറ്റെടുത്തതും.
അദ്ദേഹത്തിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എത്രത്തോളം വലുതാണെന്നും അതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന ജൈത്ര യാത്രയിലേക്ക് അദ്ദേഹം ചുവടുവെക്കുന്നത്. സെക്രട്ടറിയായി രൂപം കൊള്ളുന്ന സമയം തന്നെ ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന കേരള പ്രദേശയിൽ ശിശുലക്ഷ്മി ടീച്ചേഴ്സ് നഴ്സറി ട്രെയിനിങ് കോഴ്സും അതുപോലെ തന്നെ തയ്യൽ പരിശീലന കേന്ദ്രവും ഒക്കെ നിലനിന്നിരുന്നു. പക്ഷേ അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കാരണം വളരെ തുച്ഛമായ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാഫുകൾ എന്ന് പറയാൻ പറ്റില്ല, ജീവനക്കാർ വളരെ പ്രവർത്തകർ, 2-3 പ്രവർത്തകരേ ഉള്ളൂ. അവർക്ക് തന്നെ ശമ്പളം കൃത്യമായി, അവർക്ക് ചെറിയ വേതനം എന്നുള്ള നിലയിൽ കൊടുക്കുവാൻ കഴിയുന്നില്ല, കെട്ടിടത്തിൻ്റെ വാടക കൊടുക്കാൻ കഴിയുന്നില്ല, മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇതിനായി കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാൻറ്റ് മുൻപുണ്ടായിരുന്ന സെക്രട്ടറിയുടെ അലംഭാവം മൂലം റദ്ദാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു BS ബാലചന്ദ്രൻ ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന ഘടകത്തിലോട്ട് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ അവസ്ഥ മനസ്സിലായി. അദ്ദേഹം അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ തൻ്റെ പ്രവർത്തകരെ കിട്ടിയവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ ചുവടുവയ്പ് നിലവിലുണ്ടായിരുന്ന പദ്ധതിയെ കുറച്ചുകൂടി കാര്യക്ഷമമാക്കിക്കൊണ്ട് നടത്തുവാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ശിശുലക്ഷ്മി നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കുറച്ചുകൂടി വ്യാപകമായി, കുറച്ചുകൂടി നന്നായി ചെയ്യുവാൻ തീരുമാനിച്ചു. പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും പ്രവർത്തകരുടെ സഹായത്തോടു കൂടി അത് തിരുവനന്തപുരത്ത് നിന്ന് മാറി മറ്റ് 2-3 ജില്ലകളിൽ കൂടി നടത്തി. ഏകദേശം 25-ന് താഴെ കുട്ടികളുണ്ടായിരുന്ന ആ കോഴ്സിൽ 100ഓളം കുട്ടികളെ കൊണ്ട് എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രമത്തിന് തന്നെ കഴിഞ്ഞു എന്നുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാം ചുവടുവയ്പായിട്ട് കാണാൻ കഴിയും. അതോടൊപ്പം തയ്യൽ പരിശീലന കേന്ദ്രവും അതിൻ്റെതായ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. അന്നത്തെ അധ്യാപിക ഇന്നും നമ്മളോടൊപ്പം ഇവിടെ ഈ പ്രസ്ഥാനത്തിലെ അംഗമായി തുടരുകയും ചെയ്യുന്നു. പ്രസ്ഥാനം മുന്നോട്ട് പോയി. 1-ാം ഘട്ടം എന്നുള്ള നിലയിൽ അതിൻ്റെ ചുവടുവയ്പ് വച്ചു. ആ സമയത്താണ് പ്രവർത്തകരായി കുറച്ച് പേരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിലൊപ്പം പ്രധാനമായി ഉണ്ടായിരുന്നതാണ് BS ഗോപകുമാർ, ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, അന്നത്തെ ഒരു ലത, ഇങ്ങനെ 2-3 പേരായിരുന്നു. ആ ഒരു കൃഷ്ണൻ നായർ, കൃഷ്ണപ്പണിക്കർ, അങ്ങനെ ഒരു പേരില്ല, അങ്ങനെ 2-3 പേരുടെ പ്രവർത്തനങ്ങൾ. ഇവരുടെ ഒരു കൂട്ടായ ആലോചനയുടെയും വിദ്യയിൽ ശ്രീ BS ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു കുറ്റിമുല്ല കൃഷി വ്യവസായം. കുറ്റിമുല്ല കൃഷി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് നന്നായി പഠിക്കാം. ഒരു പ്രോജക്റ്റ് വയ്ക്കുമ്പോൾ അത് പഠിക്കണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടാകാം ആ സമയം. ആ പഠനത്തിനെ ബേസ് ചെയ്തിട്ട് കുറ്റിമുല്ല കൃഷി എന്ന് പറയുന്ന ദൗത്യത്തിലോട്ട് കടക്കുകയും കുറ്റിമുല്ല കൃഷി വ്യാപകമായി ചെയ്യുകയും ചെയ്തു. അത് BSSൻ്റെ 2ാമത്തെ ചുവടുവയ്പ് എന്ന് പറയുന്നതിനേക്കാളുപരി BSSൻ്റെ കുതിച്ചുചാട്ടത്തിൻ്റെ ഒരു 1ാം യാത്ര തന്നെ, 1ാം ചുവടുവയ്പ് തന്നെ എന്ന് പറയാം. കുറ്റിമുല്ല കൃഷി വളരെ വിജയകരമായി അന്നത്തെ പ്രവർത്തകർക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു പ്രചോദനമായിരുന്നു മുന്നോട്ടുള്ള യാത്രയിൽ. ആ യാത്ര പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നൊരു ഉത്തമ വിശ്വാസവും ആത്മബലവും കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകർക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാരത് സേവക് സമാജിൻ്റെ സെക്രട്ടറി ആദ്യം ചെയ്ത ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ വിജയിക്കുകയും ചെയ്തു. തൻ്റെ പ്രവർത്തകർക്ക് കൊടുത്ത ആ ബലം, ആ സപ്പോർട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. 1ാമത്തെ തുടക്കം കഴിഞ്ഞു, 2ാമത്തെ തുടക്കം കഴിഞ്ഞു, 3ാമതായി വന്നു അടുത്ത പ്രധാനപ്പെട്ട യാത്രയിലേക്ക്. ആ സമയത്തെ വിദ്യാഭ്യാസ നയങ്ങൾ എങ്ങനെയാണെന്നായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്നുള്ളത് ഭാരത് സേവക് സമാജിൻ്റെ ഒരു ആപ്തവാക്യം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി, അതിൻ്റെ യോഗമായിരുന്നു, അതിൻ്റെ ചർച്ചയായിരുന്നു, അതിൻ്റെ ആശയങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളതായിരുന്നു അടുത്ത ചർച്ച, അടുത്ത ആലോചന. അതിൻ്റെ ഭാഗമായിട്ടാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു മേഖലയിലോട്ട് ഭാരത് സേവക് സമാജ് കടക്കുന്നത്. പക്ഷേ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കുട്ടികളെ വിദ്യാഭ്യാസം കൊടുക്കുകയല്ല, അതിൽ കാര്യം. അതിൻ്റെ അഫിലിയേഷനും അതിൻ്റെ ഏജൻസി പോലെ
സ്ഥാപനം പ്രവർത്തിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടി മെച്ചമായ, അല്ലെങ്കിൽ അതാണ് രാജ്യത്തെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ഉപയോഗം എന്നുള്ള നിലയിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അന്നത്തെ സാധ്യത, കാരണം അടിസ്ഥാന വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ അന്ന് വളരെ കുറവായിരുന്നു ജനങ്ങളുടെ ഇടയിൽ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദം വരുമാനം തന്നെയായിരുന്നു. ആ വരുമാനം ഓരോരുത്തർക്കും കിട്ടുക എന്നുള്ളതും അന്ന് ഭയങ്കരമായ ഇതായിരുന്നു. കൃഷിക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിരുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ. എങ്കിലും സാധാരണ ജനങ്ങൾക്ക് ഒരു ജോലി, ഒരു തൊഴിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു അന്നത്തെ ആ സമയം. 93-94 കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ഒരു പദ്ധതിക്കായിട്ട് രൂപം വരുന്നത്. അങ്ങനെ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്തുകൊണ്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അത് ആരംഭിച്ചു. തിരുവനന്തപുരത്ത് തുടങ്ങി, വിജയിച്ചു. അതിനൊരു 2-3 സ്ഥാപനങ്ങളിൽ, അന്നത്തെ അതുമായി ബന്ധപ്പെട്ട 1-2 സ്ഥാപനങ്ങളിൽ അതിന് തുടക്കം കുറിച്ചു. അത് വളരെ കുട്ടികളുടെ നല്ല സഹകരണം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലകൾ മാറി മറ്റ് ജില്ലകളിലോട്ട് അത് വ്യാപിച്ചു. ആ ജില്ലകളുടെ യാത്ര എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ സഹകരണം, അധ്യാപകരുടെ അതൊക്കെ ഒരു വലിയ ചാട്ടമായിരുന്നു എന്ന് പറയാം. വലിയൊരു എടുത്തുള്ള കുതിച്ചു ചാട്ടം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻസ് ആരംഭിക്കുന്നത്. ആ യാത്ര ഈ 25ാമത്തെ വർഷത്തിലും 25ാം ആണ്ടിലും 2025 നമ്മൾ നിൽക്കുകയാണ്. അപ്പോഴും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം തന്നെയാണ് BSSന്റെ മുഖമുദ്രയായി ഇപ്പോഴും നിലകൊള്ളുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. അന്നത്തെ യാത്ര തിരുവനന്തപുരം വിട്ടു. തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാനത്തുടനീളമായി, അവിടെ നിന്ന് സംസ്ഥാനം മാറി മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് മാറി, സംസ്ഥാനം മുഴുവനായി ദേശീയ തലത്തിലോട്ട് മാറി. ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന ദേശീയ ഏജൻസി കേരള ഘടകത്തിൻ്റെ പേരിൽ തന്നെ ദേശം ഒട്ടക്കറിയുന്ന ഒരു സ്ഥാപനമായി മാറി എന്നുള്ളതാണ്. ആ സമയം അവിടെ ദേശീയ തലത്തിൽ അതിൻ്റെ പ്രവർത്തനം വളരെ സമയം കുറവായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആ സമയത്ത് തുടങ്ങിയ സ്ഥാപക നേതാക്കന്മാരൊന്നും അപ്പോഴില്ല. അവരുടെയൊക്കെ മരണം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം സംഭവിച്ചു. അങ്ങനെ കുറേ ഇതൊക്കെ വന്നു. അപ്പോൾ അവിടുത്തെ അരക്ഷിതാവസ്ഥയായി. പക്ഷേ കേരള ഘടകത്തിൻ്റെ BSS രാജ്യം ഒട്ടാകെ അറിയപ്പെടുന്ന തലത്തിലോട്ട് മാറ്റുവാൻ ഈ പറയുന്ന പ്രസ്ഥാനത്തിന് ഈ പറയുന്ന കോഴ്സ് വഴിയാണ് സാധിച്ചത്. സാമ്പത്തികവും അതുപോലെ തന്നെ സാക്ഷരതയും സ്ത്രീ ശാക്തീകരണവും വരുമാനവും എല്ലാം ഒരേ സമയം കൊണ്ടുവരുവാൻ ഒരേ സമയം ജനതയുടെ ഇടയിൽ കൊണ്ടുവരുവാൻ BSSന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻറ്റിൻ്റെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വളരെ ഭംഗിയായി നടത്തി. സ്ഥാപനങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പോകുകയുണ്ടായിരുന്നു. അതോടൊപ്പം വിവിധ സബ് ഡിവിഷൻ, കാരണം ഒരു മേഖലയിൽ മാത്രം നിന്നാൽ സ്ഥാപനം എന്നുള്ളത് വളരില്ല. പ്രസ്ഥാനത്തിൽ കൂടെ നിൽക്കുന്നവരുടെ ഒത്തൊരുമയാണ് ആ സ്ഥാപനത്തിൻ്റെ വികസനം എന്ന് അന്നത്തെ പ്രവർത്തകരെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കൊടുത്ത സന്ദേശമായിരുന്നു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ വിജയം എന്ന് പറയുന്നത്. അന്ന് 2-3 വ്യക്തികളിൽ ഒടങ്ങുന്ന ആ ഒരു റൗണ്ടാണ്, ആ ഒരു സർക്കിളായിരുന്നു ഈ പ്രസ്ഥാനത്തെ രാജ്യത്തുടനീളമുള്ള പ്രസ്ഥാനത്തിലോട്ട് വളർച്ചയിലോട്ട് ഉയർത്തുവാൻ കാരണക്കാരായവരെന്ന് പറയാം. ആദ്യത്തെ വിത്ത് എന്ന് പറയുന്നത് ആ ഫലവൃക്ഷം എത്ര വലുതായാലും വിത്തോളം വരില്ല ഫലവൃക്ഷം എന്ന് പറയുന്നത് പോലെ വിത്തിൽ നിന്ന് തുടങ്ങി ഫലവൃക്ഷമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു, BSS ചരിത്രം കുറിച്ചു. അതോടൊപ്പം വിവിധ ഡിവിഷനുകൾക്ക് കൊടുത്തു. അന്നത്തെ ദിവസം ആ സമയം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങുന്ന സമയം തന്നെ ഒരു MA സോഷ്യോളജി അതിനൊരു ചെറിയ ഇതുണ്ടായിരുന്നു. സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇതുപോലെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതും നല്ല രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ IT കമ്പ്യൂട്ടർ മേഖല ആ സമയം ഒരു കാലഘട്ടം കഴിയുമ്പോൾ 2003 ഒക്കെ വരും, 2000 ഒക്കെ കഴിയുമ്പോഴത്തേനും കമ്പ്യൂട്ടർ യുഗമായി മാറി. കമ്പ്യൂട്ടർ ചരിത്രം കുറിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ കാലത്തിനനുസരിച്ചിട്ടുള്ള യാത്രയായിരുന്നു BSSനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പ്രസ്ഥാനം, കമ്പ്യൂട്ടർ ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് കമ്പ്യൂട്ടർ യുഗത്തിലോട്ട് BSS കുതിച്ചു ചാടി. ആ കമ്പ്യൂട്ടർ യാത്രയും വളരെ വിജയകരമായി. കുട്ടികൾക്ക് ആവശ്യമായ കോഴ്സുകൾ
ജനതയ്ക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അടുത്തുള്ള സാധാരണമായ ചെറിയ കോഴ്സ് മുതൽ അങ്ങേയറ്റം IT മേഖലയും ഉൾപ്പെടുന്ന തരത്തിലുള്ള IAS കോച്ചിങ് പോലെയുള്ള കോഴ്സുകളൊക്കെ തന്നെ ഈ സ്ഥാപനത്തിൽ നടത്തി മുന്നോട്ട് പോയി. അതോടൊപ്പം കുറ്റിമുല്ല കൃഷി വളരെ വിജയമായി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ഓരോരോ ഡിവിഷൻസും വളരെ പെട്ടെന്നായിരുന്നു മുന്നോട്ട് പോയി. അതിനൊന്നും കാലതാമസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ ഡിവിഷൻസും വളരെ വേഗത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. SHG മിഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ SHG കുട്ടികളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ സമൂഹത്തിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് SHG എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊണ്ടത്. SHG മിഷൻ സമൂഹത്തിലെ സ്ത്രീകളെ വീട്ടിലിരിക്കുന്ന വനിതകളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു SHG മിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് BSS തുടക്കം കുറിക്കുന്നത്. സ്വയം സഹായ സംഘങ്ങളായി അത് രൂപാന്തരപ്പെട്ടു. ഉടനീളം തിരുവനന്തപുരം തുടക്കമിട്ടു. തിരുവനന്തപുരത്ത് ഉടനീളമുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകളെയും കൂട്ടെ ചേർത്തുകൊണ്ട് സബ് ഗ്രൂപ്പുകളാക്കി മാറ്റി SHG എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അതും ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും കൊണ്ട് അത് സമ്പന്നമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ മേഖലയിലെ വിജയം എന്ന് പറയുന്നത്. അതിന് പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. SHG മിഷന്റെ ഭാഗമായിട്ട് പല പദ്ധതികളും ആ സമയം ആവിഷ്കരിച്ചു. മംഗല്യനിധി പോലുള്ള പ്രസ്തുതം നടത്തി, സ്ത്രീകൾക്ക് വരുമാനം കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തി, തൊഴിലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ, ആ പ്രവർത്തനങ്ങൾ SHG എന്ന് പറയുന്ന പ്രസ്ഥാനം ചെയ്തുകൊണ്ടുവരുന്നു. ഇതിനൊന്നും തന്നെ പുറകോട്ട് വന്നിട്ടില്ല. അടുത്ത മേഖലകളുടെ കുതിച്ചുചാട്ടങ്ങൾ ഒട്ടനവധിയാണ് കുതിച്ചുചാട്ടങ്ങൾ. SHG തുടങ്ങി, അത് തൊട്ടടുത്ത് തന്നെ അഗ്രിഹോർട്ടി മിഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനം, അതായത് കുറ്റിമുല്ല കൃഷി വളരെ വിജയമായിരുന്നു. കുറ്റിമുല്ല കൃഷി തന്ന ഊർജം എന്ന് പറയുന്നത് അന്നത്തെ പ്രവർത്തകരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഭയങ്കരമായി ഇതുണ്ടായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ആ ഒരു പ്രസ്ഥാനം കുറ്റിമുല്ല കൃഷി കേരളത്തിൽ ഉടനീളം വ്യാപിച്ച് അതിൻ്റെ വിജയം കണ്ടു. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അഗ്രിഹോർട്ടി മിഷൻ എന്ന് പറയുന്ന അടുത്ത ചുവടുവയ്പ്പിലോട്ട് വരുന്നത്. ശ്രീ BS ഗോപകുമാറിനെ അതിൻ്റെ ചുമതല ഏർപ്പെടുത്തിക്കൊണ്ട് ആ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. അതിൻ്റെ ഭാഗവും വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു. മുട്ട ഗ്രാമം പദ്ധതി, സോള, അതുപോലെ തന്നെ ചവിട്ടി നിർമ്മാണം. ആ സമയത്ത് ഉണ്ടായിരുന്ന കരകൗശല മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. കരകൗശല വസ്തുക്കളുടെയൊക്കെ ലക്ഷ്യമായിരുന്നു അന്നത്തെ. അതുപോലെ തന്നെ അഗ്രിഹോർട്ടി, ഗ്രീൻ ഇന്ത്യ എന്നുള്ള ഒരു കൃഷി എന്നുള്ള ഒരു ആപ്തവാക്യവും കൂടി എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു സംരംഭം വളരെ വിജയകരമായി നടത്തുവാൻ അന്നത്തെ ആ ഒരു മിഷന് സാധിച്ചു. അതോടൊപ്പം തന്നെ ആ സമയം സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, സ്മാർട്ട് ഇന്ത്യ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഓൺലൈൻ എഡ്യൂക്കേഷനിലോട്ട് പോകുന്ന കാലമായിരുന്നു. ആ കാലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആശയം എടുത്തു ഓൺലൈൻ എഡ്യൂക്കേഷനിലോട്ട് പോയി. അവിടെയാണ് സ്മാർട്ട് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. സ്മാർട്ട് ഇന്ത്യ ഈ പറഞ്ഞതുപോലെ ഓൺലൈൻ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളുടെ ഇടയിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ ഉൾക്കൊള്ളുവാൻ കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് എളുപ്പമാർഗം കണ്ടുവെട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരെ സമൂഹത്തിലെ മുൻനിരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്ത ഒരു പ്രവർത്തനമായിരുന്നു ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി സ്മാർട്ട് ഇന്ത്യ ചെയ്തുകൊണ്ടിരുന്നത്. അതും വളരെ സ്മാർട്ട് ഇന്ത്യയുടെ സമയത്ത് അതിൻ്റെ മൈക്രോ ലൈഫ് എന്നുള്ള നിലയിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. സ്മാർട്ട് ഇന്ത്യയുടെ രണ്ടുപേരുടെ ഒരു ലിങ്ക്ഡ് ഇട്ടിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ സദ്ഭാവന എന്ന് പറയുന്ന ഒരു മുഖപത്രവും BSSന്റെ ഭാഗമായി നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ തന്നെ BSSന്റെ മുഖപത്രമായി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് സദ്ഭാവന പത്രം. വൈജ്ഞാനിക സാഹിത്യത്തെയും വൈജ്ഞാനിക മേഖലയിലെയും തൊട്ടുകൊണ്ടാണ് സദ്ഭാവന മുഖപത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത് മറ്റു പത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ടാണ് അത് പൊയ്ക്കൊണ്ടിരുന്നത്. അത് സെന്റേഴ്സിനുകൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ആ പത്രം കൊടുത്തിരുന്നു എന്നുള്ളത്. സെന്റേഴ്സ് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോഴും അതിൻ്റെ പ്രത്യേകതയും ആ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ആ പത്രം വഴി എത്തിക്കുവാൻ കഴിഞ്ഞതും വളരെ വലിയ നേട്ടം തന്നെയാണ്. പത്രം വളരെ മുഖപത്രമായി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. BSSന്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോയി ഏറ്റവും പ്രധാനം പത്രം തന്നെ എന്ന് പറയാം. കാരണം പത്രം സദ്ഭാവന BSSന്റെ ഭാരത് സേവക് സമാജിന്റെ മുഖപത്രം എന്ന് തന്നെ ആണ്, മുഖപത്രമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രകൾ ഉടനീളം വന്നു. 2020 കമ്മ്യൂണിറ്റി ബാങ്കിങ് എന്ന് പറയുന്നത് SHG മിഷൻ ആരംഭിച്ചു. SHG മിഷൻ അന്നത്തെ സമയത്ത് സ്ത്രീ ശാക്തീകരണവും
സാമ്പത്തികം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനവും മാത്രം അന്ന് ആ സമയം SHG സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അന്ന് അതായിരുന്നു അന്നത്തെ. പക്ഷേ അതിൽ നിന്നും ബാങ്കിങ് മേഖലയ്ക്ക് വ്യത്യസ്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളുമാണ് വന്നുകൊണ്ടിരുന്നത്. ആ ബാങ്കിങ് മേഖലയെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് SHG മിഷനെ രൂപാന്തരപ്പെടുത്തുകൊണ്ട് അതാണ് കമ്മ്യൂണിറ്റി ബാങ്കിങ് മേഖല എന്ന് പറയുന്ന ആ ഒരു ചുവടുവെപ്പിലേക്ക് മാറിയത്. കമ്മ്യൂണിറ്റി ബാങ്കിങ് മേഖലയിൽ സാധാരണ ബാങ്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കിട്ടുക എന്നുള്ളത്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ട് ബാങ്കിൻ്റെ നിലപാട് എന്താണെന്നുള്ളത്. നമ്മൾ സാധാരണ ദേശവൽകൃത വ്യവസായവൽകൃത ബാങ്കുകളൊക്കെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വ്യവസായം അല്ല കമ്മ്യൂണിറ്റി ബാങ്കിങ് വ്യവസായം എന്ന് കണ്ടു വച്ചിട്ടുണ്ട്. ഇതൊരു പൊതുവേദി എല്ലാം സദ്ഭാവന അല്ലെങ്കിൽ ഭാരത് സേവക് സമാജിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൊതു താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന, സമൂഹത്തെ കൂടി കണ്ടുകൊണ്ട് നടത്തുന്ന ഓരോ പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിറ്റി ബാങ്കിങ് നിലകൊണ്ടത്. കമ്മ്യൂണിറ്റി ബാങ്കിങ്ങിന്റെ പ്രവർത്തനവും ഈ പറഞ്ഞതുപോലെ 20-ൽ തുടങ്ങിയെങ്കിലും കുതിച്ചുചാട്ടങ്ങൾ എല്ലാത്തിനും ഭാരത് സേവക് സമാജ് വയ്ക്കുന്ന ഒരു പ്രോജക്റ്റും ഒരു ലക്ഷ്യവും പുറകിലോട്ട് പോകില്ല എന്ന് കമ്മ്യൂണിറ്റി ബാങ്കിങ്ങും തെളിയിച്ചു. കമ്മ്യൂണിറ്റി ബാങ്കിങ്ങിൽ വളരെ പ്രഗത്ഭരായ വ്യക്തികളുടെ മേൽനോട്ടത്തോടു കൂടി ആ പ്രസ്ഥാനം വളരെ നല്ല രീതിയിൽ പോയി എന്നുള്ളതും ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ പദ്ധതികളിലൂടെ അത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അതിൽ എല്ലാവർക്കും സേവിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ചെറിയ ചെറിയ വരുമാനങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. ചെറിയ ചെറിയ തൊഴിലുകൾക്കുള്ള വായ്പകൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ചെറിയ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ പറ്റും. അങ്ങനെ പല പല കാര്യങ്ങൾ അതവർ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കമ്മ്യൂണിറ്റി ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്ന ആ വിങ്, ആ ഗ്രൂപ്പ് അത് തുടങ്ങി, അത് കഴിഞ്ഞു, അതിൻ്റെ വിജയം കഴിഞ്ഞു. നമ്മുടെ കാലത്തിനനുസരിച്ചാണ് BSS പൊയ്ക്കൊണ്ടിരിക്കുന്നത്. യാത്ര അവസാനിക്കുന്നില്ല. BSSന്റെ യാത്ര അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന, കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് BSSന്റെ നയമാണ്. അത് മാറി ബാർസിക് എന്ന് പറയുന്ന സിസ്റ്റത്തിലോട്ട് വന്നു. ബാർസിക് കാരണം ഇപ്പോഴത്തെ കുട്ടികളെല്ലാം റിസർച്ച് ഹോൾഡേഴ്സാണ്. വിദ്യാഭ്യാസത്തിനെ എങ്ങനെ കച്ചവടം മാത്രമായിട്ട് കാണുന്നവർ വിഭാഗം വേറെ ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ ഭയങ്കരമായ ഒരു പ്രധാനപ്പെട്ട നമ്പർ 1. നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ ഏത് കോഴ്സിന് ചേർക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ അത് എവിടെ പ്രയോജനമാണ്, ഏത് അവസ്ഥയിലുള്ള സ്ഥലത്താണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ആ കോഴ്സിൻ്റെ അംഗീകാരം എങ്ങനെയാണ്, ആ കോഴ്സ് പഠിച്ചാൽ എൻ്റെ കുട്ടിക്ക് എത്രമാത്രം ഉപയോഗമാണ്, പ്രയോജനമാണ് കിട്ടുന്നത്, ഇതെങ്ങനെയൊക്കെ ഉള്ള റിസർച്ചുകളാണ് നമ്മൾ അനുനിരം ചെയ്തുകൊണ്ടിരിക്കണം. ആ റിസർച്ച്, അപ്പം അത് റിസർച്ച്, വിദ്യാഭ്യാസത്തിൻ്റെ അനന്ത സാധ്യതകൾ കണ്ടെത്തി അത് സമൂഹത്തിൽ എത്തിക്കുകയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കോഴ്സുകൾ നടത്തി വിദ്യാഭ്യാസ മേഖലയെ മുൻപന്തിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ബാർസിക് എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് ബാർസിക് ദേശീയ തലത്തിൽ പോവുക എന്ന് പറയുന്നത് ദേശത്തുടനീളം, കേരളത്തിനെന്നല്ല ദേശത്തുടനീളം ദേശീയ തലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി, കാരണം അംഗീകാരമില്ലാത്ത കോഴ്സുകളൊന്നും തന്നെ ഇപ്പം ആരും അത്ര ഗൗനിക്കാറില്ല. ആ അംഗീകാരത്തിൽ നിന്നോടുകൂടി പോകുക, കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ബാർസിക് എന്ന് പറയുന്ന പ്രസ്ഥാനം ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരും ഈ പറഞ്ഞതുപോലെ അവരുടെ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് വളരെ വൻ രീതിയിൽ മുന്നോട്ട് പോകുവാൻ ആ പ്രസ്ഥാനത്തിനും ആ വിങ്ങിനും കഴിഞ്ഞു എന്നുള്ളതും ഒരു കൂട്ടം പ്രവർത്തകരുടെ രാപകലില്ലാത്ത അധ്വാനം എന്ന് തന്നെ ആ ഒരു മേഖലയെ വിശേഷിപ്പിക്കാം. ഓരോരുത്തരും കൊടുക്കുന്ന അധ്വാനമാണ് ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഈ ഭാരത് സേവക് സമാജിന്റെ ഓരോ ചുവടുവയ്പും നോക്കുമ്പോൾ, ആ ഒരു ഭാരത് സേവക് സമാജ് വച്ച ഓരോ ആശയങ്ങളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ടാണ് ഓരോ മേഖലകളിലും ഭാരത് സേവക് സമാജ് നിൽക്കുന്നത് എന്ന് ഭാരത് സേവക് സമാജിന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. നമുക്കെല്ലാം ഭാരത് സേവക് സമാജ് പാഠങ്ങളാണ്, പഠന വിഷയങ്ങളാണ്. അങ്ങനെ യാത്ര അവസാനിക്കുന്നില്ല, യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നു, ബാർസിക്കിലോട്ട് എത്തി. അതോടൊപ്പം തന്നെയാണ് സദ്ഭാവന ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലോട്ടും ചുവടുവെക്കുന്നത്. പ്രസാധക രംഗം എന്ന് പറയുന്നത്, ഞാൻ ആ പ്രസ്ഥാനത്തിലെ പ്രവർത്തകയാണ്. ഞാൻ ഈ സ്ഥാപനത്തിൽ വരുന്നത് 2010-ലാണ്. 2010 മാർച്ച് മാസമാണ് ഈ പറയുന്ന കുടുംബത്തിലോട്ട്, ഭാരത് സേവക് സമാജ് എന്ന പ്രസ്ഥാനത്തിലോട്ട് വരുന്നത്. ആദ്യം സദ്ഭാവന എന്ന് പറയുന്ന മുഖപത്രം ചെയ്തു. മുഖപത്രത്തിൻ്റെ പ്രവർത്തകയായി നിന്നത് 2021 ആണ് സദ്ഭാവന ട്രസ്റ്റ് എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളുന്നത്. ആശയം
ഡോക്ടർ BS ബാലചന്ദ്രന്റെ ആശയം. കാരണം അദ്ദേഹം ആദ്യം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന, അദ്ദേഹം BSSന്റെ സെക്രട്ടറിയായി വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് തന്നെ പ്രസാധന രംഗമായിരുന്നു. പ്രധാനപ്പെട്ട മേഖല വിദ്യാഭ്യാസ പ്രസാധന രംഗമായിരുന്നു ശ്രീ BS ബാലചന്ദ്രന്റെ ആദ്യത്തെ മേഖല. അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് വേണം പറയാം. ആ തട്ടകത്തെ അദ്ദേഹം ഒരിക്കലും എന്ത് ചെയ്യും, പുറകോട്ട്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഒരിക്കലും പുറകോട്ട് പോയാൻ സമ്മതിക്കത്തില്ല. ചുവടുവയ്പ് വെച്ചിട്ടുള്ള ആശയത്തിന്റെ രൂപീകരണമാണ് സദ്ഭാവന ട്രസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം. 21 സദ്ഭാവന ട്രസ്റ്റ് വന്നു. പുസ്തക പ്രസാധന രംഗം. പുസ്തക പ്രസാധന രംഗം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ അത് സ്വാഭാവികമായി നമുക്ക് തോന്നാം പുസ്തക പ്രസാധന രംഗം വളരെ നല്ല ഒരു മേഖലയാണ്, നല്ല ഒരു പ്രസാധന മേഖലയാണ്. പക്ഷേ അത് വർത്തമാനകാലത്തിൽ നോക്കുമ്പോൾ, വർത്തമാനകാലത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് വളരെ വിഭിന്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം വർത്തമാനകാലത്തിൻ്റെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പുസ്തകം രചയിതാവ് എഴുതുന്നു, ആ പുസ്തകത്തിൻ്റെ സാങ്കേതികമായ ഘടകങ്ങൾ എടുത്ത് അതിനെ പ്രസിദ്ധീകരിക്കുന്നു, ആ പുസ്തകത്തിൻ്റെ കച്ചവട സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിലോട്ട് കടക്കുന്നു. അവിടെ വരുമ്പോഴാണ് പ്രസാധന മേഖല എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കച്ചവട സാധ്യതയിൽ വരുമ്പോഴാണ്, ഒരു പ്രസാധക മേഖലയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ പ്രസാധന മേഖല പഠിക്കണമെങ്കിൽ അതിൻ്റെ കച്ചവട മേഖലയിലോട്ട് പോകണം എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ സദ്ഭാവന ട്രസ്റ്റ് രൂപം കൊണ്ടു. 2022 3 പുസ്തകങ്ങളിലാണ് സദ്ഭാവന ട്രസ്റ്റ് തുടങ്ങിയത്. 3 പുസ്തകങ്ങൾ, ഡോക്ടർ MR തമ്പാൻ്റെ 3 പുസ്തകങ്ങളിൽ നിന്നായിരുന്നു സദ്ഭാവന ട്രസ്റ്റിൻ്റെ തുടക്കം. പക്ഷേ ആ പുസ്തകത്തിൽ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ഷീല ടീച്ചറിൻ്റെ പുസ്തകം, ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത് ഷീല ടീച്ചറിൻ്റെ പുസ്തകവും ചെയ്തുകൊണ്ടാണ് സദ്ഭാവന ട്രസ്റ്റിൽ എൻ്റെ യാത്ര തുടങ്ങുന്നത്. ഷീല ടീച്ചറിൻ്റെ പുസ്തകം സെക്രട്ടറി ജയ ശ്രീകുമാർ എഴുതി ചിട്ടപ്പെടുത്തി ഒരു പുസ്തക രൂപേണമാക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് സദ്ഭാവന ട്രസ്റ്റിലോട്ട് ഞാൻ വരുന്നത്. അതുവരെ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ നിന്നും തൊട്ടടുത്ത മേഖലയിൽ, പക്ഷേ ഒരു ചെറിയ ഒരു പത്രം അല്ലെങ്കിൽ ഒരു പത്രസ്ഥാപനത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ഒരു ചെറിയ പരിചയം മാത്രമാണ് പ്രസാധക രംഗത്ത് എന്നെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളതാണ്. ഞാൻ ചെയ്ത വിവിധങ്ങളായ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു മേഖലയായിരുന്നു സദ്ഭാവന ട്രസ്റ്റ്. ആ സദ്ഭാവന ട്രസ്റ്റിൽ 3 പുസ്തകങ്ങളിൽ തുടങ്ങി 5 പുസ്തകങ്ങളുടെ യാത്ര തുടങ്ങിയപ്പോഴാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രവർത്തനത്തിൽ നിന്നും സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചുമതലയിലോട്ട് മാറുന്നത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഇവിടെ തുടങ്ങുന്ന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഓരോ പ്രവർത്തകരുടെയും കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രവർത്തകരുടെയും കൈകളിൽ അത് എത്തിക്കുക എന്നുള്ളതാണ് ചെയർമാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ പ്രസ്ഥാനവും ഏൽക്കുമ്പോൾ ഓരോ പ്രവർത്തകരുടെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നു. അതോടൊപ്പം സദ്ഭാവന ട്രസ്റ്റും സദ്ഭാവന ട്രസ്റ്റിൻ്റെ തുടക്കവും അങ്ങനെ തുടങ്ങി അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. 5 പുസ്തകത്തിൽ തുടങ്ങി 25 പുസ്തകങ്ങളായി ഇപ്പോൾ 500-ലധികം പുസ്തകങ്ങൾ ചെയ്യുവാൻ സദ്ഭാവന ട്രസ്റ്റിന് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് സാധിക്കുകയും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമാക്കി ഇതിനെ വളർത്തുവാൻ കഴിയുകയും ഏകദേശം 30 ലക്ഷത്തിന് പരം ടേൺ-ഓവർ തുക പുസ്തകം വഴി വിൽപ്പന നടത്തുവാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഈ അവസരത്തിൽ അത് പറയാതിരിക്കുവാൻ വയ്യ. ക്ഷമിക്കണം. പുസ്തക പ്രസാധന രംഗം വളരെ പ്രക്ഷോഭിതമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് വർത്തമാനകാലത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു മനുഷ്യനും സ്വാഭാവികമായും തോന്നാം. എന്നാൽ ഒരു പുസ്തകം രചയിതാവ് എഴുതുന്നതോടൊപ്പം അതിൻ്റെ അധിഷ്ഠിതമായ വ്യവസായത്തിലോട്ടും കച്ചവടത്തിലോട്ടും മാറുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ മാറുന്നത് കൊണ്ടാണ് ഇവിടെ പുസ്തകങ്ങൾ ധാരാളം ഉണ്ടാകുന്നതും പുസ്തക പ്രസാധകർ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നതും. പുസ്തകരചന എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണെന്നും ഞാൻ പറഞ്ഞു. പുസ്തകരചന എന്ന് പറയുന്നത് വളരെ സർഗാത്മകമായ ഒരു സംഗതിയാണ്.
അതിലോട്ട് എത്തിപ്പെടുക എന്നുള്ളതും വളരെ എളുപ്പമാണ് എന്നാണ് സാധാരണ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ആ മേഖലയിൽ ഇപ്പോഴത്തെ വമ്പൻ വ്യക്തികൾ പോലും ആ മേഖലയിൽ നിന്നും വ്യതിചലിച്ച് അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നും പിന്മാറിക്കൊണ്ട് മറ്റു ഇതര മേഖലകളിലോട്ട് ചുവടുകൾ വയ്ക്കുമ്പോഴാണ് സദ്ഭാവന ട്രസ്റ്റ് ഈ ഒരു മേഖലയിലോട്ട് പോകുവാൻ യാത്ര തുടങ്ങിയത്. സദ്ഭാവന ട്രസ്റ്റിൻ്റെ യാത്ര ലക്ഷ്യത്തിലെത്തി എന്ന് പറയാൻ പറ്റില്ല, ലക്ഷ്യത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ കഴിയുള്ളൂ. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ആ സ്ഥാപനത്തിനെ ഏറ്റവും മുകളിൽ അതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയണം. അങ്ങനെയല്ല, സദ്ഭാവന ട്രസ്റ്റ് 1ാം ഘട്ടത്തിൽ എത്തിയിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ പ്രവർത്തന മേഖല അധികമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പോയിക്കൊണ്ടേയിരിക്കും, യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറയും പോലെയാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ യാത്ര. തുടക്കം വളരെ ഭയാനകമായിരുന്നു എന്ന് പറഞ്ഞു. വളരെ ചെറിയ പ്രവർത്തകരിൽ തുടങ്ങി. ആദ്യം 5 പുസ്തകം എടുത്തു. അവിടെ നിന്ന് പുസ്തകങ്ങളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞു. 5 പുസ്തകത്തിൽ തുടങ്ങി 25 പുസ്തകം എടുത്തിയപ്പോൾ ആദ്യത്തെ, കാരണം അവിടെ ചെന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ മാത്രം പോരല്ലോ, ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വച്ചിട്ട് കാര്യമില്ല. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, നല്ല എഴുത്തുകാരെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഡിവിഷനാകുമ്പോൾ പുസ്തകങ്ങൾ അനവധി വരിക സ്വാഭാവികമായും ഉണ്ടാകും. ഒത്തിരി പുസ്തകങ്ങൾ, പല പല വ്യക്തികൾ, പല പല എഴുത്തുകാർ പുസ്തകങ്ങൾ കൊണ്ട് സമീപിക്കുക സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ കച്ചവടം, ഒരു ബ്രാൻഡ് നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും അത്യത്വമായ ഒരു ഒരു ജോലി തന്നെയാണ്, ഒരു ശ്രമം തന്നെയാണ്. അപ്പോൾ ആലോചിച്ചു എന്ത് ചെയ്യണം. പുസ്തകങ്ങൾ അടിച്ചടിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനെ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത്, ആ മേഖലയിലോട്ട് കടക്കുക എന്നുള്ളത് എങ്ങനെ എന്നുള്ള ആശയത്തിൽ പിന്നെ എൻ്റെ പ്രസ്ഥാനം ഭാരത് സേവക് സമാജ് എന്ന് പറയുന്നതോടൊപ്പം ഞാൻ വിവിധ മേഖലകളിൽ കൂടി എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയ ചിന്താഗതി എന്നുള്ള ഒരു ആശയത്തെ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായി ആ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ചില ആൾക്കാരുമായിട്ടുള്ള പരിചയങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ചില ഉന്നത വ്യക്തികൾ അല്ലെങ്കിൽ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഉള്ള സഹകരണമുണ്ട്. അപ്പോൾ പ്രസാധക മേഖലയിൽ ചെന്നപ്പോൾ ആദ്യത്തെ പടി എന്നുള്ളതിൽ അന്ന് ഡി സിയിലെ ബാബു സാറാണ് പുസ്തക പ്രസാധന മേഖലയെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു തരുന്നത് ബാബു സാറാണ്. എന്താണ് പുസ്തക പ്രസാധന രംഗം എന്ന് ഡി സിയിലെ ബാബു സാറാണ് പുസ്തക പ്രസാധന രംഗത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതും അതോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും. ഒന്നും ആലോചിച്ചില്ല. 2-3 പേരാണ് ഉണ്ടായിരുന്നത്, 2-3 പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരും കൂടി അങ്ങ് യാത്ര തുടർന്നു. 1ാം ഘട്ടം തിരുവനന്തപുരത്തെ ഷോപ്പുകളിലോട്ടുള്ള യാത്രയായിരുന്നു. ആ ഷോപ്പുകളുടെ സഹകരണം നമ്മളെ മുന്നോട്ടുള്ള യാത്രയിൽ പ്രചോദനം നൽകി. ആ യാത്ര ഇങ്ങനെ തുടർന്ന് ഫെസ്റ്റുകളിലോട്ട് മാറി. അതോടൊപ്പം സ്കൂളുകളിൽ, കോളേജുകളിൽ, ലൈബ്രറികളിൽ, ഇങ്ങനെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ രാവും പകലും എന്ന് തന്നെ പറയാം, മഴയും വെയിലും ഒക്കെ തരണം ചെയ്ത് കൊണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നു. കാരണം സദ്ഭാവന ബ്രാൻഡിനെ സമൂഹത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ യാത്ര. ആ യാത്രയിൽ ചെന്നെത്തിയത് ലൈബ്രറി കൗൺസിലിൻ്റെ ഫെസ്റ്റിലാണ്. ലൈബ്രറി കൗൺസിലിൻ്റെ ഫെസ്റ്റിൽ ചെന്നപ്പോഴും എന്താണ് അവിടെ നടക്കണമെന്ന് അതിശയമായിരുന്നു. അവിടെ നടക്കുന്ന മായാജാലത്തിൽ നമ്മളും പെട്ടുപോയല്ലോ എന്നാണ് ആദ്യം തോന്നിയത്. സത്യം പറഞ്ഞാൽ ചാളക്കച്ചവടം തോറ്റുപോകും എന്ന് പറയണം അതിനകത്ത് ചെന്നാൽ. പിന്നെ അവിടെ 4 ചുറ്റും കാണുന്നതോ വീരന്മാരായ കുറേ പുരുഷന്മാരെയും. സ്ത്രീകൾ വളരെ കുറവാണ്. സ്ത്രീകൾ ജോലിക്കാരായിട്ട്, ജീവനക്കാരായിട്ട് വരുന്നവരായിരിക്കും 1-2 പേരെ കാണുള്ളൂ. കൂടുതലും പ്രസാധകരായിട്ട് വരുന്നതൊക്കെ പുരുഷന്മാരാണ്. അവിടെയാണ് 2-3 ചെറിയ ഒരു ഇതില്ലാത്ത 2-3 പെൺകുട്ടികൾ അവിടെ ചെന്ന് നിൽക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയില്ല. 1ാമത്തെ ഫെസ്റ്റ് സെൻറ് ജോസഫ് സ്കൂളിൽ നടന്നു. ആ സെൻറ് ജോസഫ് സ്കൂളിലെ 1ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി ഇവിടെ നിന്ന് അങ്ങ് തിരിച്ചു പൊക്കിയാലോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെ ഒന്നും ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കുറച്ച് വ്യക്തികൾ അവിടെ വരികയും അവരുമായി കാണുകയും അവരുമായി ആശയവിനിമയം നടത്തുകയും അവരെന്താണ് ഈ ഫെസ്റ്റിനകത്ത് നടക്കുന്നത്, നിങ്ങളിങ്ങനെ നിന്നാൽ പോരാ, ഇതിന് നടക്കണമെങ്കിൽ നിങ്ങൾ പുറത്തോട്ടിറങ്ങണം, നിങ്ങൾ പുറത്തോട്ടിറങ്ങി ലൈബ്രറിക്കാരെ കാണണം, ലൈബ്രറിക്കാരെ കണ്ടാൽ മാത്രമേ നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ പുസ്തകത്തിൻ്റെ മേന്മയും നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ പേരും സമൂഹം അല്ലെങ്കിൽ ലൈബ്രറിക്കാർ അറിയൂ എന്നുള്ള ചില നിർദ്ദേശങ്ങളെ അത് നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കി, എന്താണ് ആ ട്രസ്റ്റ് എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം നമ്മൾ ലൈബ്രറികളെ സമീപിച്ചു.
അന്നാണ് വായനയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. കേരളത്തിലുടനീളം 10,000 കണക്കിന് ലൈബ്രറികൾ ഉണ്ട് എന്ന് ഈ ഫെസ്റ്റാണ് മനസ്സിലാക്കി തന്നത്. 1-2 ലൈബ്രറികളുടെ ഒരു കാര്യമേ നമുക്കറിയാം. നമ്മൾ അവിടെ കാണുന്ന ലൈബ്രറികളെ നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ അങ്ങിങ്ങായി തൊട്ട് ലൈബ്രറികൾ, അവരുടെ പ്രവർത്തന ശൈലികൾ, പുസ്തകങ്ങളോടുള്ള അഗാധമായ ഈ ലൈബ്രറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫണ്ട് ഗവൺമെന്റിന്റെ ഫണ്ടാണ്, ഗ്രാന്റ് ആണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള തുകയ്ക്ക് വാങ്ങാം. ഏകദേശം 10,000 രൂപ മുതൽ 50,000 രൂപ വരെ ലൈബ്രറികൾക്ക് ഗ്രാന്റ് അവരുടെ റേറ്റ് അനുസരിച്ച് ഫണ്ട് കിട്ടും. ഇപ്പോൾ ABC കാറ്റഗറിയിലാണ് ഒന്നാമത്തെ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേഡ് കൂടുതലുള്ളവർക്ക് ഫണ്ട് കൂടുതൽ കിട്ടും, ഗ്രേഡ് കുറവുള്ളവർക്ക് ഫണ്ട് കുറച്ച് കിട്ടും. അങ്ങനെയാണ് ആ ലൈബ്രറിയുടെ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പോൾ ഇറങ്ങി ഞങ്ങളും ലൈബ്രറികളുടെ പുറകെ പോയി. ആദ്യം വളരെ അവഹേളന എന്നല്ല പറയേണ്ടത്, പുച്ഛമായിരുന്നു. നിങ്ങളോ എന്നുള്ള പുച്ഛം, സ്ത്രീകളോ എന്നുള്ളൊരു പുച്ഛം. ഞങ്ങൾ അവിടെ നോക്കുമ്പോൾ 2-3 പെൺപിള്ളേർ ഇങ്ങനെ അന്നങ്ങ് ഒന്നും അറിഞ്ഞുവിടാത്ത പോലെ ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു. അവിടെ പുച്ഛമാണ് അവർക്ക് നമ്മളോട് പുച്ഛമായിരുന്നു. നിങ്ങളോടാ, ഞങ്ങൾ DC-യിലേ പോകൂ, ഞങ്ങൾ മാതൃഭൂമിയുടെ പുസ്തകമേ വാങ്ങൂ, നിങ്ങളിൽ എന്ത് പുസ്തകം ഇരിക്കുന്നു, നിങ്ങളുടെ പുസ്തകങ്ങളൊന്നും തന്നെ വിലയുള്ളതല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ഒന്നും തന്നെ പഴയ അല്ലകാരുടെ അല്ല, നിങ്ങളുടെ പുസ്തകങ്ങൾ ഒന്നും തന്നെ മാർക്കറ്റിൽ ലഭ്യമായിട്ടില്ല, നിങ്ങളെ ആർക്കും അറിയില്ല. ഇതൊക്കെയാണ് ഓരോ ലൈബ്രറികളും വന്ന് പറഞ്ഞുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ തളർന്നില്ല എന്ന് തന്നെ പറയാം. അവിടെ ഉള്ളവരുടെ കുറേ പഠനമാണ് അന്നത്തെ ദിവസം നടന്നത്. ഫെസ്റ്റ് എന്താണെന്നും പ്രസാധക മേഖല എന്താണെന്നും പ്രസാധക മേഖലയിൽ ഉള്ളവർ എത്തരത്തിലുള്ളവരാണെന്നും പഠിച്ചു. പിന്നെ കുറേ നല്ല മനുഷ്യരുടെ സഹകരണവും ഉണ്ടായിരുന്നു. ആ സഹകരണത്തിന്റെ ഭാഗമായി അവിടെ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ടുള്ള യാത്രകളിലെല്ലാം തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത നിയമസഭാ ഫെസ്റ്റിലോട്ടും ചുവടുവെച്ചു. നിയമസഭ ഫെസ്റ്റ് പക്ഷേ വേറൊരു സ്ഥലമായിരുന്നു, വേറൊരു ഇന്റർനാഷണൽ ഫെസ്റ്റായിട്ട് നടന്ന സ്ഥലം. അവിടെ മന്ത്രിമാർ മുതൽ പ്രഗത്ഭരായ വ്യക്തികൾ വരെ പങ്കെടുക്കുന്ന പ്രദേശം. ആ പ്രദേശത്ത് സദ്ഭാവന ട്രസ്റ്റിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ, അപ്പോഴും നമുക്ക് വലിയ പുസ്തകങ്ങളൊന്നുമില്ല, കുറച്ച് പുസ്തകങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷേ ആ പുസ്തകത്തിൻ്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടാണ് ആ ഫെസ്റ്റിൽ നമ്മൾ പോയി പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഫെസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും അതിൻ്റെ വിപണന സാധ്യത കണ്ടെത്തി മുന്നോട്ട് പോകുവാനും സാധിച്ചു. അങ്ങനെ 4 ഫെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തു. നിയമസഭാ ഫെസ്റ്റ് 3 കഴിഞ്ഞു. 3-ാമത്തെ പ്രാവശ്യമായപ്പോൾ 1-ാമത്തെ സ്റ്റാളിൽ നിന്നും 3 സ്റ്റാളുകളിലോട്ട് സ്ഥാനക്കയറ്റം കിട്ടി. ആ യാത്ര കേരളത്തിലെ ഉടനീളമുള്ള പ്രസാധകരെ എടുക്കുമ്പോൾ 10 പേരിൽ ഒരാളായി മാറുവാൻ സദ്ഭാവനയ്ക്കും കഴിഞ്ഞു എന്നുള്ളത്. ഇന്ന് കേരളത്തിൽ ആരും ഏതൊരു പ്രസാധകനും സദ്ഭാവന ട്രസ്റ്റിനെ കുറിച്ച് അറിയാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ഏതൊരു വ്യക്തിക്കും സദ്ഭാവന ട്രസ്റ്റ് അറിയാം. സദ്ഭാവന ട്രസ്റ്റിലെ പുസ്തകങ്ങളെ കുറിച്ച് അറിയാം. സദ്ഭാവന ട്രസ്റ്റിന്റെ പ്രവർത്തകരെ അറിയാം. സദ്ഭാവന ട്രസ്റ്റിന്റെ ആസ്ഥാനം അറിയാം. ഏത് വിഭാഗം എടുത്താലും സദ്ഭാവന ട്രസ്റ്റിനെ എടുക്കാൻ, അല്ലെങ്കിൽ സദ്ഭാവന ട്രസ്റ്റിനെ ഇന്ന് ഇങ്ങോട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സദ്ഭാവന ട്രസ്റ്റിന്റെ പുസ്തകങ്ങൾ അന്വേഷിച്ച ആൾക്കാർ ഇങ്ങോട്ടാണ് വരുന്നത്. ഓരോ പ്രസാധകരും നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട് പുസ്തകങ്ങൾ, നിങ്ങളുടെ പുസ്തകങ്ങൾ, ഇന്ന പുസ്തകം നിങ്ങളിൽ ഉണ്ടല്ലോ, അയച്ചു തരുമല്ലോ എന്ന്. അതുപോലെ തന്നെ വിപണന മേളകൾ പലത് കണ്ടെത്തി. അതുപോലെ ഫെസ്റ്റ് തന്നെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും ഫെസ്റ്റുകൾ ചെയ്തു. 1-ാമത്തെ ഫെസ്റ്റ് ലൈബ്രറി ഫെസ്റ്റ് 1-ാമത്തേത് ഒരു ജില്ലയിലാണെങ്കിൽ 2-ാമത് 3 ജില്ലയിൽ പോയി, 3-ാമത് 7 ജില്ലയിൽ പോയി, 4-ാമത്തെ കഴിഞ്ഞ ഫെസ്റ്റ് 12 ജില്ലകളിൽ കവർ ചെയ്ത് വൻ വിജയമാക്കി മുന്നോട്ട് വന്നു. പക്ഷേ യാത്രകൾ കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ. ഓരോ യാത്രയും കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് വനിതകളാണല്ലോ, സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് കുറേ പരിമിതികളുണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. സ്ത്രീ ശാക്തീകരണം ഉണ്ട് എന്ന് പറയുമ്പോഴും സമൂഹത്തിൽ സ്ത്രീക്ക് പ്രധാനപ്പെട്ട സ്പേസ് ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുമെങ്കിലും സ്ത്രീ എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പോഴും അവളെ ഒരു ചുവട് പുറകിലോട്ട് നിർത്തും എന്നുള്ളതിൻ്റെ അനുഭവങ്ങളായിരുന്നു ഈ യാത്രകളെല്ലാം. വളരെ യാതനകളായിരുന്നു ഈ ഫെസ്റ്റുകളെല്ലാം സമ്മാനിച്ചത്.
രാപകലില്ലാത്ത അധ്വാനം, വെയിലും മഴയും പൊടിയും, യാത്രകൾ, മറ്റുള്ള നമ്മൾ അവിടെ ചെന്ന് ലൈബ്രറികൾക്ക് നമ്മൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. നമ്മൾ ചന്തയിൽ പോയിട്ടുണ്ടാവും. ചന്തകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ കച്ചവടം നടക്കുക? ഏറ്റവും അവിടെ ലേലം വിളിയാണ്. കച്ചവടം എന്ന് പറയാൻ പറ്റില്ല, ലേലം വിളിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പുസ്തക ചന്തകളും, ലേലം വിളിയാണ്. ഞാൻ എത്ര കൂടുതൽ കൊടുക്കും, ഞാൻ എത്ര കൂടുതൽ പുസ്തകം കൊടുക്കും, ഞാൻ എത്ര വിലയ്ക്ക് കുറച്ചു കൊടുക്കും, ഇതാണ് അവിടെ വരുന്ന ലൈബ്രറികളിൽ നോക്കുന്നത്. എല്ലാം കള്ളന്മാരാണ്. പൈസ പോക്കറ്റിൽ നിന്നും എടുക്കാൻ മടിയുള്ളവരാണ്. എത്രത്തോളം പൈസ പിന്നിലോട്ട് വലിക്കാൻ പറ്റുമോ അത്രത്തോളം പൈസ വലിക്കാനായിട്ട് നമ്മളെ അവർ വല്ലാണ്ട് സമ്മർദ്ദത്തിലോട്ട് കൊണ്ടുപോകും. അത്ര അവസ്ഥയാണ് ഈ ലൈബ്രറി ഫെസ്റ്റിൻ്റെ മേളകൾ എന്ന് പറയുന്നത്. അതിനകത്ത് തരുന്ന അനുഭവങ്ങൾ അങ്ങനെയാണ്. ഒരു സ്റ്റോളിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. ഇറങ്ങിപ്പോണം, പുറത്തോട്ടിറങ്ങണം. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ അല്ല, പുറത്തോട്ടിറങ്ങണം. ഇവരുടെ ഇടയിൽ ഇവർ പറയുന്ന വാക്കുകൾ, കഴിഞ്ഞ ലൈബ്രറി ഫെസ്റ്റിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഒരു ആളാണ്. നമ്മൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. കോഴിക്കോട് ഫെസ്റ്റിനോടനുബന്ധിച്ച് കോഴിക്കോട് ഫെസ്റ്റിൽ നടക്കുന്നു. അവിടെ ഉള്ള ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് ജില്ലകൾ തോറും പോകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കോഴിക്കോട് ചെന്നു. കോഴിക്കോട് ഫെസ്റ്റിൻ്റെ ഭാഗമായി നിന്നപ്പോൾ ലൈബ്രറി വന്നു. പക്ഷേ ഒരു ലൈബ്രറികളും നമ്മളെ നോക്കുന്നില്ല, തിരിയുന്നില്ല. നമ്മളോട് പുസ്തകങ്ങൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങി നമ്മളെ പുസ്തകത്തിനെ കുറിച്ചിട്ടും നമ്മളെ സ്ഥാപനത്തിനെ കുറിച്ചിട്ടും നിരന്തരം പറയുകയും നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ലൈബ്രറികൾ ആരും തന്നെ, വളരെ തുച്ഛമായ ലൈബ്രറികൾ നമ്മളടുത്ത് വന്ന് ഒന്നോ രണ്ടോ കുറഞ്ഞ പുസ്തകങ്ങൾ വാങ്ങുന്നതല്ലാതെ ആരും തന്നെ ഇങ്ങോട്ട് കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ഞാനും പ്രശോഭയും ഉണ്ട്, ചേച്ചിയും പ്രസന്ന ചേച്ചിയും ഉണ്ട്. ഞങ്ങൾ 3 പേരാണ്. കാരണം കഴിഞ്ഞ ഫെസ്റ്റ് 12 ജില്ലയിൽ ഉണ്ടതുകൊണ്ട് തന്നെ 2 ടീമായിട്ടായിരുന്നു കഴിഞ്ഞ ഫെസ്റ്റ് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പം ഓരോ ടീമിൽ ഒരു ടീം, രണ്ടാമത്തെ ടീം, അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ ടീമാണ്, ഞാൻ ഉൾപ്പെടുന്ന ടീമാണ് കോഴിക്കോട്. എൻ്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചേച്ചി പ്രസന്ന ചേച്ചി ഒരു ലൈബ്രറിയിലെ ഒരാളെ വിളിച്ച് തടഞ്ഞു നിർത്തി സാർ എന്താ ഞങ്ങളുടെ ലൈബ്രറിയിലോട്ട് ഞങ്ങളുടെ പുസ്തകം നോക്കാത്തത്, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാളിലോട്ട് കയറാത്തത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ വളരെ എന്താ പറയുക, പൈശാചികമായി എന്ന് നമുക്ക് പറയാം. വാക്ക് എന്നുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ആ വാക്ക് എന്ത് പറയും എന്ന് എനിക്കറിയില്ല. അതിനൊരു പദമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അത്രയും നീചമായിട്ടാണ് ആ മനുഷ്യൻ അന്ന് ഞങ്ങളോട് പെരുമാറിയത്. നിങ്ങളോടൊക്കെ ആരടി പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് കെട്ടി ഇങ്ങോട്ട് കയറി വരാൻ എന്നാണ് ആ മനുഷ്യൻ ആദ്യം ചോദിച്ച ചോദ്യം. നിന്നോടൊക്കെ ആരെങ്കിലും പറഞ്ഞോ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് കെട്ടി ഇങ്ങ് കയറി വരാനായിട്ട്? നിനക്കൊന്നും വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നോ വീടുകളിൽ? നിന്നെയൊക്കെ അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണോ ഇങ്ങോട്ട് വരാനായിട്ട്? ആ മനുഷ്യൻ ചോദിച്ച ചോദ്യമാണിത്. ഞങ്ങൾ നിങ്ങളിൽ നിന്നും പുസ്തകം വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ ജില്ലയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങളുടെ ജില്ലയിലുള്ളവരുടെ പുസ്തകങ്ങൾ മാത്രമേ ഞങ്ങൾ വാങ്ങുകയുള്ളൂ. പക്ഷേ അവിടെ ഈ സ്ത്രീബോധം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് സ്വാഭാവികമായും എനിക്കിത്തിരി കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതിനെ നന്നായി അവിടെ എതിർത്തു. അവന് സാറിന് ഒരു വാക്ക് പറയരുത്. ഞങ്ങളും ഞങ്ങളുടേതായ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടേതായ ഇതിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളും ഇവിടത്തെ ഗവൺമെൻറ് നിശ്ചയിച്ച് ക്ഷണിച്ചതിൻ്റെ പ്രകാരമാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ പുസ്തകത്തിനും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട്, അതിൻ്റേതായ പ്രാമുഖ്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കുകയും കുറേ പേര് നമ്മളെ നമ്മളുമായി ചേർന്നുകൊണ്ട് അവസാനം ആ സെക്രട്ടറി വന്ന് മാപ്പ് പറയുകയാണ് ചെയ്തത്. ഞങ്ങളോട് വന്നിട്ട് മാപ്പ് പറയിച്ചു. അന്നത്തെ സംഘടനയുടെ ഭാരവാഹികൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഞങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞു. ഞങ്ങൾ പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ പരാതി കൊടുക്കും എന്നുള്ളത് വന്നപ്പോഴാണ് കുറച്ച് അയഞ്ഞ് ഞങ്ങളോട് വന്ന് മാപ്പ് പറഞ്ഞു. നിങ്ങൾ അടുത്ത വർഷവും വരണം. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അടുത്ത വർഷവും വരും സാർ. നിങ്ങളുടെ ഈ ജൽപ്പനത്തിൽ പിൻവാങ്ങുന്നവരല്ല സദ്ഭാവന ട്രസ്റ്റ്. ഞങ്ങൾ അതിൻ്റെ പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അടുത്ത വർഷവും ഇവിടുത്തെ മേളയിൽ വരികയും ചെയ്യും, ഇവിടെ പുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്യും, ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ യാത്രകൾ അങ്ങനെയാണ്, അനവധി കല്ലും മുള്ളും നിറഞ്ഞ യാത്രകൾ എന്ന് പറയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രതികൂല കാലാവസ്ഥയുമായിരുന്നു. മഴ ഭയങ്കര അസഹ്യമായ മഴയായിരുന്നു. ഞാനൊക്കെ വയനാടും
ഇവിടെ നമ്മുടെ മലപ്പുറമൊക്കെ 24 മണിക്കൂറും വെള്ളപ്പൊക്കത്തിലായിരുന്നു, വെള്ളം നിറഞ്ഞു കിടക്കുന്നതായിരുന്നു, വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒരല്പം പോലും മഴ തോർന്നിട്ടില്ല. വയനാട് പോലുള്ള ജില്ലകൾ അറിയാമല്ലോ. പിന്നെ കിലോമീറ്ററുകളോളം കാടിനകത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. കാടിനകത്തുള്ള ഒരു കെട്ടിടത്തിലാണ് വയനാട്ട് ഫെസ്റ്റ് നടക്കുന്നത്. അതായത് ചൂരൽമല നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദുരന്തം നടന്നതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ഫെസ്റ്റ് നടന്ന സ്ഥലവും. കാടിനുള്ളിലാണ്. അവിടെ പോകണമെങ്കിൽ തന്നെ 7-8 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അതായത് സിറ്റിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററുള്ള യാത്രയുണ്ട് ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. യാത്ര വളരെ ഇതായിരുന്നു, രാത്രിയുള്ള യാത്ര. കാരണം അവിടെ നിന്ന് 8 മണിക്ക് 9 മണിക്കൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. രാത്രി ബസ് അവിടെ ഉണ്ടാവില്ല, വാഹന സൗകര്യമില്ല. പക്ഷെ അവിടെയൊക്കെ നമ്മളെ സഹായിക്കാൻ നല്ല മനസ്സുകൾ അനേകം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഈ ഒരു ഫെസ്റ്റ് വഴി നമുക്ക് നേടിയ അല്ലെങ്കിൽ സദ്ഭാവനയുടെ ഒരു ഭാഗം. കാരണം നമ്മൾ സ്ത്രീകളാണ്, നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും പരിഗണനയും അത് ഓരോ അവിടെയുള്ള ഓരോ പ്രസാധകരുടെ ഇടയിലും നമുക്ക് തരുന്ന സ്പേസ് ഭയങ്കര വലുതാണ്. ആ ഒരു ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം അങ്ങനെ അതുപോലെ തന്നെയായിരുന്നു അടുത്ത ടീം ഇടുക്കിയിൽ പോയപ്പോൾ. ഇടുക്കിയിൽ ഈ പറഞ്ഞതുപോലെ റെഡ് അലർട്ട്, വഴികൾ മുഴുവൻ അടച്ചിട്ടിരിക്കുന്ന സമയം. കാരണം മണ്ണിടിച്ചിൽ കൂടുതലായിരുന്നു, ഭയങ്കരമായ മഴയും മഞ്ഞും. പക്ഷേ എനിക്ക് അവരോടുള്ള നന്ദി എന്ന് പറയുന്നത്, ചേച്ചി ഇവിടെ ഞാൻ പറഞ്ഞു പോണമോ, നിങ്ങൾക്ക് നമുക്ക് ഇടുക്കി ഒഴിവാക്കിയാലോ? അവർ പറഞ്ഞ ഒരു വാക്ക്, അല്ല ചേച്ചി നമ്മൾ പോകും, ഞങ്ങൾ അവിടെ പോകും, ആ ഫെസ്റ്റിൽ പങ്കെടുക്കും, നമ്മളും അവിടെ ചെന്ന് നമ്മളുടെ പുസ്തകങ്ങൾ അവിടെയുള്ള ലൈബ്രറികൾക്ക് കൊടുക്കും ചേച്ചി എന്ന് അവിടെ പോയ രണ്ടുപേരും പറഞ്ഞപ്പോൾ അതിലുണ്ടായ സരിതയും ചിത്രയും അവർ പറഞ്ഞുണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കരമായ വലുതാണ്. അവരും അതുപോലെ തന്നെ, കോട്ടയത്തും അതുപോലെ. അതിന് ഓരോ ജില്ലയിലും ഓരോ അനുഭവങ്ങളാണ്, ജില്ലാടിസ്ഥാനത്തിലുള്ള അനുഭവങ്ങളാണ് ഈ ഫെസ്റ്റിവലിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതെല്ലാം ഒരു പാഠമാണ് മുന്നോട്ടുള്ള പ്രയാണത്തിന്, മുന്നോട്ടുള്ള യാത്രകൾക്ക്, മുന്നോട്ടുള്ള പ്രവർത്തികൾക്ക് ഒക്കെ പ്രയാണമാണ് ഈ പറയുന്ന യാത്രകൾ നമുക്ക് തന്നത്. അതുകൊണ്ടാണ് ഇന്ന് സദ്ഭാവന ട്രസ്റ്റ് നമ്പർ 1 ആയി അല്ലെങ്കിൽ 10 പേരിൽ ഒരാളായി മാറുവാനും കേരളത്തിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനമായി മാറുവാനും സദ്ഭാവന ട്രസ്റ്റിന് കഴിഞ്ഞത്. അതിൻ്റെ പുറകിൽ നിന്ന നമ്മളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങൾ കൈതാങ്ങി തന്ന, ഒരു പിടിവെള്ളി തന്ന അനേകം പേരുണ്ട്, അനേകം വ്യക്തികളുണ്ട്, അനേകം നല്ല മനസ്സുകളുണ്ട്. പറഞ്ഞാൽ തീരില്ല ഓരോ പേരുകളും. DC ബാബു സാർ, മാതൃഭൂമി പ്രവീൺ, വായനപ്പുരയിലെ പോളേട്ടൻ്റെ പേര് എടുത്തു പറയണമെന്ന് തന്നെ എനിക്ക് തോന്നും. കാരണം മലപ്പുറം, വയനാട്, എറണാകുളം ജില്ലകളിൽ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് സ്വന്തം സഹോദരിമാരെ ചേർത്തണയ്ക്കും പോലെ എന്ന് പറയും. കാരണം പെരുവെള്ളം, പെരുമഴ, ഇരുട്ട്, യാത്ര എല്ലാം അത്രയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉള്ള ഒരു വ്യക്തി. അതോടൊപ്പം പല 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 വ്യക്തികൾ സമൂഹത്തിലെ KG എന്ന് പറയുന്ന KG സനൽകുമാർ, ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്, അങ്ങനെ എണ്ണിയാൽ പറയാത്ത വ്യക്തികളുടെ ആ ഒരു സഹകരണവും സപ്പോർട്ടും നമുക്ക് തന്ന പഠനവും പാഠവും ഒക്കെയാണ് ഈ പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതും ഈ യാത്രയിൽ ഇങ്ങനെ പോകാൻ കഴിഞ്ഞതും. ഇന്ന് 3 വർഷം പിന്നിടുകയാണ് സദ്ഭാവന ട്രസ്റ്റ്. 3 വർഷം പിന്നിടുമ്പോൾ സദ്ഭാവന ട്രസ്റ്റിൻ്റെ യാത്ര 1-ാം ഘട്ടത്തിൽ നിൽക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. 500ഓളം പുസ്തകങ്ങൾ വന്നു. നമ്മൾ വിവിധങ്ങളായ കച്ചവട മേഖലകൾ കണ്ടെത്തി, വിവിധങ്ങളായ യാത്രകൾ നടത്തി, സംസ്ഥാനത്തുടനീളം നമ്മൾ അതിൻ്റെ പേര് നിലനിർത്തി. പക്ഷെ എങ്കിലും നമ്മുടെ യാത്ര തീരുന്നില്ല. ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ചുവടുവെച്ചുകൊണ്ട് അടുത്ത യാത്രയിലോട്ട് സദ്ഭാവന ട്രസ്റ്റ് പോവുകയാണ്. അതോടൊപ്പം ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഭാരത് സേവക് സമാജിൻ്റെ യാത്രയും, ഭാരത് സേവക് സമാജും മുന്നോട്ടാണ്. ശ്രീ BS ബാലചന്ദ്രൻ 1988 സെക്രട്ടറിയായി വന്നു. 2005 അദ്ദേഹം ദേശീയ സെക്രട്ടറിയായി മാറി. 2020 അദ്ദേഹം ചെയർമാനായി മാറി. ഈ യാത്രകളാണ് അദ്ദേഹത്തിനെയും മുന്നോട്ട്, ഓരോരോ യാത്രകളുടെ അനന്തരഫലമാണ് ഇന്ന് BS ബാലചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഭാരത് സേവക് സമാജിൻ്റെ ചെയർമാനായി നിലകൊള്ളുന്നത്. ഈ ഭാരത് സേവക് സമാജിൻ്റെ യാത്രകളുടെ കുതിച്ചുചാട്ടത്തിൻ്റെ അനന്തരമായ കാര്യങ്ങൾ. 2005 ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു. ആ സമയം ഭയങ്കരമായ ഒരു മുന്നേറ്റം അന്ന് ഭാരത് സേവക് സമാജിന് കൊടുത്തു. അങ്ങനെ യാത്രകളായിരുന്നു ഭാരത് സേവക് സമാജിന് കഴിഞ്ഞ 75 വർഷങ്ങൾ കൊണ്ട് നേടാൻ കഴിഞ്ഞത്. യാത്രകളിലൊന്നും സംസ്ഥാനം മാറി, പല സംസ്ഥാനങ്ങളിലായി. അതുപോലെ ചെന്നൈ, ഡൽഹി തുടങ്ങിയ മേഖലകളിലൊക്കെ ആസ്ഥാനങ്ങളായി. രാജ്യമൊട്ടൊക്കെ നമ്മുടെ കഴിഞ്ഞ 2 വർഷം മുന്നേ ഉള്ള ഡൽഹി സമ്മേളനം, നമ്മുടെ ഫൗണ്ടേഷൻ്റെ
സത്യത്തിൽ എനിക്ക് ഞാനൊരു ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകയാണ് എന്ന് അതുവരെ നമ്മളൊരു പ്രവർത്തക അല്ലെങ്കിൽ ഒരു പ്രവർത്തക ഞാൻ ഭാരത് സേവക് സമാജിൻ്റെ ഭാഗമാണ് എന്ന് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമ്മേളനം തന്ന ഊർജം എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു. ഇത്രയും ഭയങ്കരമായ വലിയ പ്രസ്ഥാനത്തിലാണല്ലോ ഞാനും നിലകൊള്ളുന്നത് എന്നുള്ളത്, അത് അഭിമാനമാണോ അഭിമാനം എന്നല്ല, അതിനും അപ്പുറം നമുക്ക് നമ്മളെ ആ തലത്തിലേക്ക്, കാരണം ദേശീയതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ആ ഒരു സമ്മേളനം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്ന അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ, നിരവധിയായ മേഖലകളിൽ കൂടിയാണ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇനിയും പ്രസ്ഥാനത്തിന് തുടർന്നു പോകേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയാണ്. പ്രസ്ഥാനം നിലനിൽക്കണം. കൊറോണയോടനുബന്ധിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഒരു ചെറിയ മന്ദഗതികളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകും. അത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഒരു കയറ്റമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്നാണ്. കയറുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇറങ്ങുമ്പോൾ കയറും. അങ്ങനെയാണ്. ഇറങ്ങുമ്പോൾ കയറും. അതാണ്. അപ്പോൾ ഇറങ്ങി അതൊരു കാര്യമല്ല, ചെറിയ ഒരു ഇറക്കം, ചെറിയ ഒരു അത് സ്വാഭാവികമായും രാജ്യത്തുടനീളം ഉണ്ടായിരുന്ന ഒരു പ്രതിഭാസമായിരുന്നു. ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി നമ്മളിലും ഒരു ചെറിയ ഒരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ മങ്ങലൊന്നും ഭാരത് സേവക് സമാജിനെ ഒരിടവും കൊണ്ട് തളക്കില്ല എന്നുള്ളതാണ്. ഭാരത് സേവക് സമാജിൻ്റെ യാത്രകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ആ മങ്ങൽ മാറ്റുവാനുള്ള അടുത്ത ചുവടുവയ്പ്പുകളാണ് പിന്നെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മങ്ങൽ മാറിയപ്പോഴാണ് ചെറിയ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ വന്നത്. സദ്ഭാവന ട്രസ്റ്റ് ആയാലും ബാർസിക് ആയാലും ഇവരൊക്കെ 2020 ശേഷം ഉണ്ടായ, കൊറോണയ്ക്ക് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു. സംസ്കാര ഭാരതം ഇന്ന് ആരാണ് സംസ്കാര ഭാരതത്തിനെ കുറിച്ച് അറിയാത്തവരായിട്ടുള്ളത്? ഇന്ന് സദ്ഭാവന ട്രസ്റ്റിന്റെ പുസ്തകവുമായി പോകുമ്പോൾ ആദ്യം പറയുന്നത് സംസ്കാര ഭാരതത്തിൻ്റെ ആൾക്കാരെ കുറിച്ചിട്ടും സംസ്കാര ഭാരതത്തിനെ കുറിച്ചിട്ടുമാണ് പറയാറ്. സംസ്കാര ഭാരതം എന്താണ്? സംസ്കാരം എന്താണ്? സംസ്കാരം എന്ന് സംസ്കാര ഭാരതത്തിൽ കൂടെ പഠിപ്പിക്കുന്നു. അത് നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പലതര പദ്ധതികളിലൂടെ, പല പ്രവർത്തനങ്ങളുടെ, പല പ്രോഗ്രാമുകളിലൂടെ, കാവ്യസസ് ആയാലും ഗാനസസ് ആയാലും അക്ഷരശ്ലോകമായാലും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് അവരുടെ ഭാഗത്ത്. സംസ്കാര ഭാരതത്തിൻ്റെ കീഴിൽ പോകാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സംസ്കാര ഭാരതം. അതുപോലെ ഓരോ പ്രസ്ഥാനങ്ങളും എടുത്താൽ അങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഉണ്ടായിരുന്ന നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരു നോട്ടീസ് തന്നു, ഗ്രീൻ ഇന്ത്യ ഫാബ്രിക്സും അതുപോലെ ഒരു മാറ്റത്തിൻ്റെ തുടക്കമായി മാറാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ഇന്ത്യ ഫാബ്രിക്സ്. രാജ്യം ഒറ്റയ്ക്ക് ഗ്രീൻ ഇന്ത്യ എന്ന് പറയുന്ന ബ്രാൻഡ് അറിയപ്പെടാൻ പോകുന്ന അതിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത്. അതിനാണ് ഗ്രീൻ ഇന്ത്യ ഫാബ്രിക്സ്. രാജ്യം ഒട്ടാകെ അറിയപ്പെടും ഗ്രീൻ ഇന്ത്യ ഫാബ്രിക്സ് എന്ന് പറയുന്ന ലേബൽ. ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മറ്റെല്ലാ ചുവടുവയ്പ്പുകളും മുന്നോട്ട് പോയതുപോലെ തന്നെ ഗ്രീൻ ഇന്ത്യ ഫാബ്രിക്സും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൽ വ്യാപൃതരായ പ്രവർത്തകർ എല്ലാവരും ആത്മസമർപ്പണം ചെയ്ത് പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ചുവടുവയ്പ്പുകളും ഓരോ പ്രസ്ഥാനങ്ങളും വളരെ വിജയകരമായി പോകുവാൻ കഴിയുന്നത്. അപ്പം മുന്നോട്ട് പോകുവാനും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ചെറിയ പ്രവർത്തനങ്ങളിലെ മാറ്റങ്ങൾ, ചെറിയ പ്രസ്ഥാനങ്ങൾ, ചെറിയ കാര്യങ്ങൾ, കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അത് നടത്തുന്നുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള യാത്രകളിലാണ് ഓരോ വിങ്ങും, ഓരോ പ്രവർത്തകരും അങ്ങനെ തന്നെയാണ്, ഓരോ മേഖലയിലുള്ളവരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എടുത്താൽ, എഡ്യൂക്കേഷൻ നമ്മുടെ കൊറോണ സമയത്താണ് കോഴ്സുകളുടെ അല്ലെങ്കിൽ സെൻറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ചെറിയ മങ്ങൽ വന്നത്. അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളെല്ലാം മാറിക്കോളും. കാലത്തിനനുസരിച്ച് ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ യുഗമാണ്, ഓൺലൈൻ യുഗമാണ്. അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ അതിനിപ്പോൾ തുടക്കം കുറിച്ചു. DCA ഓൺലൈൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതോടൊപ്പം മറ്റു കോഴ്സുകളും ഓൺലൈനായിട്ട് മറ്റ് ഈ പറയുന്ന AI പോലെയുള്ള മേഖലകളാണ്. അപ്പോൾ അതിൻ്റേതൊക്കെ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തിനുണ്ടായ ചെറിയ അപാകതകൾ മാറിക്കിട്ടും. ജില്ലകളുടെ വ്യത്യാസവും നമുക്ക് ഉണ്ട്. ജില്ലകൾ ഇപ്പം തിരുവനന്തപുരം പോലെ അല്ല മറ്റ് ജില്ലകൾ. ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതയാണ്. തിരുവനന്തപുരത്തിൻ്റെ
ഘടനയോ സാഹചര്യമോ അല്ല വയനാടുള്ള ജില്ലയ്ക്ക്. കേരളത്തിൻ്റെ സാഹചര്യമോ ഘടനയോ അല്ല ബീഹാറിൽ വരുമ്പോൾ വരുന്നത്. അപ്പോൾ ജില്ലകളും സംസ്ഥാനങ്ങളും അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കോഴ്സുകൾക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഉണ്ടാകേണ്ടത്. ആ സ്ഥാപനങ്ങൾ അതുണ്ടാകുമ്പോൾ അതിൻ്റെ മാറ്റങ്ങളും ഉണ്ടാകും. അതാണ് എനിക്കൊരു സജഷനായി അല്ലെങ്കിൽ ഒരു അഭിപ്രായമായി പറയാനുള്ളത്. ജില്ലകളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട്, ജില്ലകളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് വയനാടുള്ളവർക്ക് പറയും പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കുറച്ചുകൂടി പ്രാമുഖ്യം കൊടുക്കും. പക്ഷേ തിരുവനന്തപുരത്തുള്ള എല്ലാ ഹൈടെക്കുകാരാണ്, എല്ലാ ഹൈടെക് മേഖലയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേരളം എടുക്കുമ്പോൾ ഇന്ന് സാക്ഷരതയിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ IT-യിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ ബീഹാറിലോ ഇന്നും നിരക്ഷരരായിട്ടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കാത്ത അനേകം ആൾക്കാരുണ്ട്. അപ്പം ജില്ലകൾ സംസ്ഥാനങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വ്യത്യാസങ്ങളിൽ അതിൻ്റെ കോഴ്സുകളുടെ കരിക്കുലത്തിനും മറ്റും ഒക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ മുൻപ് നമുക്ക് പ്രാഥമിക സൗകര്യങ്ങൾ മതിയായിരുന്നു സ്ഥാപനങ്ങൾക്ക്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ ഏതൊരു കുട്ടി പഠിക്കാൻ പോയാലും അല്ലെങ്കിൽ പഠനത്തിന് വിധേയമാകുമ്പോഴും ആ സ്ഥാപനം എത്രത്തോളം തിരിച്ച് അവർക്ക് കൊടുക്കുന്ന എന്താ പറയുക, അവർക്ക് തിരിച്ചു കിട്ടുന്ന ഇതെന്താണ്, ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അസറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കും. കുട്ടികൾ പ്രത്യേകിച്ച് ബ്രില്യൻറ്റുമാരാണ്, എല്ലാവരും കഴിവുള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് തന്നെ അനന്ത സാധ്യതകൾ മനസ്സിലായി. ഇപ്പോഴത്തെ ഒരു കുട്ടി പിറന്നു വീണാൽ അത് ആദ്യം കയ്യിലെടുക്കുന്നത് മൊബൈലാണെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം കുട്ടി എനിക്ക് എൻ്റെ മൊബൈലിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മകനാണ് എന്നെ അത് പഠിപ്പിച്ചു തരുന്നത്. 5 വയസ്സായ എൻ്റെ അനിയത്തിയുടെ മകൾ അല്ലെങ്കിൽ 2 വയസ്സായ എൻ്റെ അനിയത്തിയുടെ മകൾ മൊബൈൽ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ എനിക്ക് അത്ഭുതം തോന്നും, അതിശയം തോന്നും. അപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത്, കുട്ടികൾ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലോട്ടും നമ്മൾ മാറേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണം എന്നുള്ളതാണ്. ആ മാറ്റങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടുതൽ ബലമായി അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി നമുക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. ആധുനിക സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ആധുനിക സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ, ആധുനിക വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ, ആധുനികമായ കഴിവുകൾ ആധുനിക യുഗത്തിലോട്ട് കടക്കുമ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ മാറും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനന്തമായ സാധ്യതകൾ ഇനിയും കൊണ്ടുവരാൻ കഴിയും. അതെൻ്റെ ഒരു ചെറിയ അഭിപ്രായമായി ഞാനിവിടെ പറയുകയാണ്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി ബാങ്കിങ് നിരന്തരം നമ്മൾ അതിലോട്ട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ബാങ്കിങ് മേഖല വളരെ ഇപ്പോഴേ ബാങ്കിങ് മേഖല എന്ന് പറയുന്നത് നിരന്തരം ഇപ്പോൾ മുക്കിനും പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഉണ്ട്, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഈ പറയുന്ന നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അതെല്ലാവരും അങ്ങനെ നമ്മൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മളുടെ ഭാവിക്ക് എന്ത് ലഭിക്കും, നമ്മളുടെ കുട്ടികൾക്ക് എന്ത് ലഭിക്കും, നമ്മളുടെ കുടുംബത്തിന് എന്ത് ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ബാങ്കിങ് എന്ന് പറയുന്നത് ആ ഒരു മേഖല നമ്മൾ കണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വിഭിന്നമായ രീതിയിലാണ്. വ്യവസായ മേഖലയായിട്ടല്ല കാണുന്നത്, സാമൂഹിക ഇതാണ് നോക്കുന്നത്, സമൂഹ ഉന്നമനമാണ് നോക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പദ്ധതികൾ രൂപം കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ബാങ്കിങ് മേഖലയും ഇപ്പോൾ മംഗല്യനിധി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ മംഗല്യനിധി ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ മംഗല്യനിധി കൂടാം. അതുപോലെ തന്നെ സ്വർണ്ണങ്ങൾ, ഇപ്പം സ്വർണത്തിന് ഉള്ള മൂല്യം ഇപ്പം ബാക്കി ഒന്നിനും ഇല്ല എന്ന് തന്നെ പറയാം. സ്വർണ്ണമായ പദ്ധതികൾക്ക് രൂപം കൊള്ളാം, പുതിയ പദ്ധതികൾ, സ്വർണ്ണ പദ്ധതികൾക്ക് രൂപം കൊള്ളാം. വിദ്യാസമ്പന്നരായ വിദ്യകളാണ് കുട്ടികൾക്ക് പഠിക്കാൻ. ഇപ്പോൾ എഡ്യൂക്കേഷന് ഭയങ്കരമായ പഠന ചിലവ് അധികമാണ്. സാധാരണ കുടുംബങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പഠന ചെലവാണ്. അപ്പോൾ അതിനൊരു സേവിങ് പദ്ധതി പോലെ, സേവിങ് പദ്ധതി പോലുള്ള പദ്ധതികൾ തുടങ്ങാം. അങ്ങനെ ഓരോ പദ്ധതികൾക്കും തുടക്കം കുറിച്ചുകൊണ്ട് ആ പ്രസ്ഥാനവും ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുവാനും മറ്റും കഴിയും. ഇതൊക്കെ ചെറിയ നിർദ്ദേശങ്ങളാണ്. എനിക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ നിർദ്ദേശങ്ങളായിട്ടാണ് എനിക്കത് നിങ്ങളോട് പറയുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് വാർഷിക്കിലും അങ്ങനെ തന്നെയാണ്. വാർഷിക്ക് ഈ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്നത് നമ്മൾ മറ്റ് മേഖലകളിൽ നിന്നും വ്യത്യസ്തമായ റിസർച്ചുകളാണ്. പക്ഷെ റിസർച്ച് ആൻഡ് വിദ്യാഭ്യാസമാണ് അവിടെയും ഊന്നൽ കൊടുക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളാണ്. ഇപ്പോൾ IT
ഇൻ്റർനെറ്റ് എന്നുള്ള ഒരു IT അല്ലെങ്കിൽ AI സാധ്യതകളൊക്കെ കണ്ടുകൊണ്ടിട്ടുള്ള അതിനനുസരിച്ചുള്ള റിസർച്ചുകൾ മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ട് അതിന് പ്രഗത്ഭരായ വ്യക്തികൾ അതിനകത്ത് തന്നെ ഉണ്ട്. അവർക്ക് നിസ്സാരമായി അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കുറച്ചുകൂടി വിപുലമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോകാനും കഴിയും. അങ്ങനെ ഓരോരോ പ്രസ്ഥാനങ്ങളും സോളാർ ലേറ്റസ്റ്റ് ഇന്ന് സോളാർ എവിടെ പോയാലും നമ്മളോട് പറയുന്നത് നിങ്ങൾ സോളാർ വയ്ക്കൂ എന്നാണ്. കാരണം എന്തുകൊണ്ടാണ്? വൈദ്യുതി ചാർജ് അസഹ്യമായ വൈദ്യുതി ബില്ലാണ് നമ്മൾ നേരിടുന്നത്. ഭയങ്കരമായ ചാർജാണ് വൈദ്യുതിക്ക് നടന്നത്. വൈദ്യുതി മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ പറയുവാണെങ്കിൽ വൈദ്യുതി KSEB എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്നതായിട്ടാണ് പോകുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ബില്ലാണോ നമുക്കൊക്കെ കിട്ടുന്നത്? അപ്പോൾ അതിൽ നിന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ സോളാർ സംവിധാനം. എല്ലാ വീടുകളിലും സോളാർ എന്നുള്ള ആശയമാണ് സോളാർ സിസ്റ്റം പോകുന്നത്. എല്ലാ വീടുകളിലും സോളാർ ചെയ്യാൻ പറ്റും. എല്ലാ വീടുകളിലും, എല്ലാ ഓഫീസുകളിലും, എല്ലാ സ്ഥാപനങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഗ്രാൻറ്റുകളൊക്കെ ആ വിങ് അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ആ പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പല പല ആശയങ്ങളും കൊണ്ടുപോയി ചെയ്യുവാൻ കഴിയും. പിന്നെ സദ്ഭാവന പത്രം, മുഖപത്രമാണ് സദ്ഭാവന. BSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയുമാണ് സദ്ഭാവന പത്രം എന്ന് പറയുന്നത്. വൈജ്ഞാനിക മേഖലയെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ആ പത്രം മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മളിൽ ഇപ്പോൾ വളരെ ഒതുങ്ങിയാണ് പത്രം നിൽക്കുന്നത്. നമ്മുടെ സെൻറ്റേഴ്സ്, നമ്മുടെ കൂട്ടാളികൾ, നമ്മുടെ കൂടെയുള്ളവർ, അവരൊക്കെയാണ് ഈ സദ്ഭാവന പത്രങ്ങൾ കാണുന്നത്. പക്ഷെ അത് സമൂഹത്തിൽ എത്തിക്കേണ്ടതും കൂടെയുണ്ട്. സമൂഹത്തിലും അറിയണം, സമൂഹവും മനസ്സിലാക്കണം ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തനങ്ങളുടെ അത് ഈ പത്രത്തിൽ കൂടി നമുക്ക് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുവാനും സമൂഹത്തെ അറിയിക്കാനും. അപ്പോൾ സമൂഹത്തിൽ അസോസിയേഷൻ ബേസ് ചെയ്തും വിവിധ സ്ഥാപനങ്ങൾ ബേസ് ചെയ്തും ഓഫീസുകൾ ബേസ് ചെയ്തും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ, ചെറിയ ചെറിയ ഗ്രാൻറ്റുകളൊക്കെ ഉണ്ട്. അത് അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള മേഖലകൾ കണ്ടെത്തി, സ്പോൺസർമാരെ കണ്ടെത്തി, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിൽ കൂടി കുറച്ച് സമ്പാദ്യമൊക്കെ സമ്പാദിച്ച് ആ പത്രത്തിൻ്റെ റീച്ച് നമുക്ക് കൂട്ടുവാൻ കഴിയും. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അസോസിയേഷനും വിവിധ സംഘടനകളുണ്ട് ഇവിടെ, അവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഉയർന്ന് പോകാൻ സദ്ഭാവന പത്രത്തിനും കഴിയും. അങ്ങനെ ഓരോ മേഖലകളിലും പറ്റും. അതുപോലെ തന്നെയാണ് സദ്ഭാവന ട്രസ്റ്റും. സദ്ഭാവന ട്രസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, സദ്ഭാവന ട്രസ്റ്റ് 1ാം ഘട്ടത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തകങ്ങൾ 500ഓളം പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നിലവിൽ സദ്ഭാവന ട്രസ്റ്റിന് 500ഓളം പുസ്തകങ്ങളുണ്ട്. പക്ഷേ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തകങ്ങൾ എത്രത്തോളം സമൂഹത്തെ സ്വാധീനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം. സമൂഹത്തെ സ്വാധീനിക്കുന്ന പുസ്തകങ്ങൾ വളരെ കുറവാണ് സദ്ഭാവന ട്രസ്റ്റിന്. അപ്പോൾ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി സദ്ഭാവന ട്രസ്റ്റിൻ്റെ ആദ്യ നടപടി അല്ലെങ്കിൽ ആദ്യ പടി എന്നുള്ളതിൽ പറയണം. സദ്ഭാവന ട്രസ്റ്റിന് പുതിയ പുസ്തകങ്ങൾ ഉണ്ടാകണം. പുതിയ എഴുത്തുകാരുടെ ഓരോ മേഖലയും തുടർന്നുകൊണ്ട്, കുട്ടികളായിക്കോട്ടെ, യുവാക്കൾക്കായിക്കോട്ടെ, വനിതകൾക്കായിക്കോട്ടെ, അതുപോലെ ഓരോ പഠന വിധേയങ്ങളായിക്കോട്ടെ, വിദ്യാർത്ഥികൾക്കായിക്കോട്ടെ, ഓരോ മേഖലകളും എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചെയ്യുവാനാണ് ഇനി സദ്ഭാവന ട്രസ്റ്റ് ശ്രമിക്കുന്നത്. പ്രഗത്ഭരായ വ്യക്തികളുടെ പുസ്തകങ്ങൾ സദ്ഭാവന വഴി ചെയ്യുവാനായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഓൺലൈൻ മേഖല വളരെ പരിമിതമാണ്. പട്ടപൂജ്യത്തിലാണ് ഇപ്പോൾ സദ്ഭാവന ഓൺലൈനിലോട്ട് നിൽക്കുന്നത്. ഓൺലൈൻ മേഖല വളരെ പരിമിതമായിട്ടാണ് നിൽക്കുന്നത്. ഈ 2 വർഷം കഴിഞ്ഞുവെങ്കിലും അതിൽ നമുക്ക് ഇന്നുവരെയും ഒരു വിജയം കണ്ടെത്തി എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രവർത്തനം പ്രധാനമായിട്ടുള്ള ശ്രദ്ധ എന്ന് പറയുന്നത് ഓൺലൈൻ മേഖലയിൽ തന്നെയാണ്. ഓൺലൈൻ പ്രവർത്തനം, വെബ്സൈറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കി കൊണ്ടുവരുവാനും ഓൺലൈൻ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് AI യുഗത്തിലേക്ക് നമ്മുടെ പുസ്തകങ്ങളെ കൊണ്ട് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളും അതുപോലെ ഓൺലൈൻ സാധ്യത മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളും സദ്ഭാവന ട്രസ്റ്റിൻ്റെ അടുത്ത ഉടൻ നടപടികളിലുള്ള പ്രവർത്തനമാണ് ആ ഒരു പ്രവർത്തനമായി കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളം അറിയപ്പെടുന്നു, ഇൻ്റർനാഷണൽ തലത്തിലും സദ്ഭാവന അറിയപ്പെടണം. ഇൻ്റർനാഷണൽ സെല്ലേഴ്സിനുമായിട്ടുള്ള ഡീലുകൾ സദ്ഭാവനയിൽ ഉണ്ടാവണം. ഇൻ്റർനാഷണൽ പുസ്തകങ്ങൾ, ഇൻ്റർനാഷണൽ പ്രസാധകരെ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങൾ സദ്ഭാവനയിൽ ചെയ്യണം. ഇൻ്റർനാഷണൽ പുസ്തകങ്ങൾ സദ്ഭാവന വഴി പ്രസിദ്ധീകരിക്കണം. ഇൻ്റർനാഷണൽ ഓതേഴ്സിനെ സദ്ഭാവനയിലോട്ട് ആകർഷിക്കണം, ക്ഷണിക്കണം. ഇതൊക്കെയാണ് സദ്ഭാവനയുടെ അടുത്ത പ്രവർത്തനങ്ങളായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാത്തിനും പുറമെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിലും അതിൻ്റെ സാമ്പത്തിക വശവും വളരെ പ്രധാനമുള്ളതാണ്. അപ്പം മാർക്കറ്റിംഗ് മേഖലയിൽ വിപുലമാക്കുന്നതിന് വേണ്ടി ഓൺലൈൻ വിൽപ്പന, പുസ്തകത്തിന് ഓൺലൈൻ വിൽപ്പന ഇപ്പം വളരെ കുറവാണ്. നമ്മുടെ സൈറ്റ് ഉണ്ടെങ്കിലും അത് ആൾക്കാരുടെ മുന്നിൽ അത്ര റീച്ചല്ല.
അപ്പോൾ ഓൺലൈൻ വിൽപ്പനയും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഓൺലൈൻ വിൽപ്പനയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓൺലൈൻ പ്രവർത്തനവും കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള സൈറ്റുകളും ഓൺലൈൻ സ്ഥാപനങ്ങളുടെയും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും മറ്റ് ബുക്ക് സ്റ്റോളുകളുടെയും മറ്റു പ്രസാധകരുടെയും ഗ്രന്ഥകാരന്മാരുടെയും എല്ലാവരുടെയും കൂട്ടായ സഹായവും ഇതും അത് അടുത്ത പ്രവർത്തനമായി കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികളെ ഏറ്റവും നമ്മളെപ്പോഴും കാണുന്നത് കുട്ടികളെയാണ്. കുട്ടികളാണ് സമൂഹത്തിലെ മുന്നേ നയിക്കുന്നവരെന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിലെ കുട്ടികളെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ തുടക്കം കുറിച്ചു. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ കുട്ടികളുടെ ചിത്രരചനയിൽ കൂടി അവരുടെ സർഗാത്മകമായ കഴിവുകളിൽ കാണിച്ചുകൊണ്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചിത്രരചനകൾ നമ്മുടെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിലെ മുൻനിരയിലേക്ക് സദ്ഭാവനയിലെ എന്താണെന്ന ആശയം കുട്ടികൾ വഴിയും സ്കൂളുകൾ വഴിയും നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. പുസ്തകങ്ങളായി മാറ്റുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതും ഇനി അതിൻ്റെ കുറച്ചുകൂടി വിപുലമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം സെല്ലേഴ്സായി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഷോപ്പുണ്ട്. നമ്മുടെ ബുക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു സദ്ഭാവനയ്ക്ക് ഷോപ്പുണ്ട്. ഇടയ്ക്ക് അതൊരു കൊറോണയോടനുബന്ധിച്ച് ശോഷിച്ച അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഷോപ്പിൻ്റെ വളർച്ചയും അനിവാര്യമാണ്. അപ്പോൾ മറ്റു പുസ്തകങ്ങൾ മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാം ഏത് പുസ്തകവും സദ്ഭാവന വഴി കിട്ടുന്ന രീതിയിലുള്ള ഒരു യാത്ര. ആര് വന്ന് ഏത് സെല്ലറിൻ്റെ പുസ്തകം ചോദിച്ചാലും ഏത് പ്രസാധകൻ്റെ പുസ്തകം ചോദിച്ചാലും അത് സദ്ഭാവന വഴി കിട്ടും എന്നുള്ളതിൻ്റെ ഒരു യാത്രയിലോട്ട് അതും അടുത്ത സദ്ഭാവനയുടെ ചുവടുവയ്പായി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയുവാനും. ഈ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചെറിയ നിർദ്ദേശങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളുമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവച്ചത്. ഇത്രയും സമയം ഈ ഒരു പ്രഭാഷണവുമായി നിങ്ങളെ അടുത്ത് നിൽക്കുവാനും ഈ പറയുന്ന ആശയങ്ങൾ എനിക്ക് നിങ്ങളോടൊപ്പം പറയുവാനും കഴിഞ്ഞതിൽ തന്ന അധികമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.